السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم اهدنا وسددنا. الحمد لله. നമ്മൾ ഫാമിലി ഇൻട്രാക്ഷൻസിൻ്റെ 5th സെഷനാണ്. ഓക്കെ, ഇൻഷാല്ലാ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഐഫോസിൻ്റെ കുറച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും കുഞ്ഞു കുഞ്ഞു അപ്ഡേറ്റ്സും തന്നിട്ട് പോവാം. ഏറ്റവും ആദ്യം നമ്മളുടെ ലോഞ്ചിൻ്റെ റിമൈൻഡറാണ്. ഇൻഷാല്ലാ നമ്മൾ ഫ്ലയേഴ്സൊക്കെ ഇനിയിപ്പോൾ ഇന്ന് മുതലൊക്കെ സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ ഐഫോസിൻ്റെ ലോഞ്ചിൻ്റെ കാര്യം. ഓക്കെ, നമ്മുടെ മീറ്റപ്പിൽ 26 ജൂലൈ ഇൻഷാല്ലാ 2 മണിക്ക് ആയിരിക്കും. അത് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് നമ്മളുടെ മൊബൈൽ ആപ്പിൻ്റെ ലോഞ്ച് ഉണ്ടാവുക. ബാക്കി പ്രോഗ്രാംസിൻ്റെ ഒക്കെ അജണ്ട നമ്മൾ ഇൻഷാല്ലാ അത് മീറ്റപ്പിൻ്റെ പ്രോഗ്രാമിൻ്റെ അജണ്ട വേറെ ഇറക്കും. ഇൻഷാല്ലാ ലൈവായിട്ട് കാണാനും പറ്റും വരാൻ പറ്റാത്തവർക്ക്. ഓക്കെ, പിന്നെ ആപ്പ് ഇൻഷാല്ലാ ആപ്പാണ് നമ്മളന്ന് ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് ആപ്പ് റിലീസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം ആക്സസ് ചെയ്യാനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ആപ്പ് വന്നു കഴിഞ്ഞാൽ കുറേ മാറും. കാരണം ഇപ്പോൾ വെബ്സൈറ്റ് ആയതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, നോട്ടിഫിക്കേഷൻ വരാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആപ്പ് ആകുമ്പം അൽഹംദുലില്ലാ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമാവും ഇൻഷാല്ലാ. പിന്നെ ആപ്പിൻ്റെ സപ്പോർട്ട് നമ്മൾ തരും. കാരണം പുതിയ മുമ്പ് പറഞ്ഞ പോലെ ഇത് പുതിയ സംഭവമാണ്. ഇവിടുത്തെ ആപ്പും പുതിയത് തന്നെയാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയമില്ലാത്തത് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇൻഡിവിജ്വൽ സപ്പോർട്ടും തരും, ഗ്രൂപ്പ് സപ്പോർട്ടും തരും. മുമ്പ് ചെയ്ത പോലെ തന്നെ റെക്കോർഡിങ്ങും സെഷൻസും അതായത് വാക്ക് ത്രൂവും ഒക്കെ ചെയ്യും ഇൻഷാല്ലാ. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കെങ്കിലും ഇതുപോലെ അതായത് ആപ്പിന് വേണ്ടി മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഗ്രൂപ്പുകളിൽ ഒരു ലിങ്ക് സർക്കുലേറ്റ് ചെയ്യാം, അതിനകത്ത് ജോയിൻ ചെയ്തോളൂ ഇൻഷാല്ലാ. അപ്പം നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ട് എല്ലാവരിലേക്കും അത് നമുക്ക് എത്തിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. ചിലത് ചെറിയ കുട്ടികളുള്ള ഉമ്മമാർക്ക് ചില കാര്യങ്ങൾ പ്രയാസം ഉണ്ടാവും, അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എങ്ങനെ ഇത് ആക്സസ് ചെയ്യുക, എങ്ങനെയാണ് ക്ലാസ് കേൾക്കുക, എങ്ങനെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ആൾക്കാർ പഠിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളവരെ മെല്ലെ മെല്ലെ സപ്പോർട്ട് ചെയ്ത് അതിലേക്ക് കയറ്റണം ഇൻഷാല്ലാ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും വേണം, ഞാൻ ചോദിക്കാം ഗ്രൂപ്പിൽ. പിന്നെ സംഭവം നമ്മൾക്ക് ആപ്പ് വന്നു കഴിഞ്ഞാലും മുമ്പ് നമ്മൾ ചെയ്ത ആ ഒരു സൈൻ അപ്പ് എന്ന് പറയുന്ന സംഭവം വെബ്സൈറ്റിൽ തന്നെ ചെയ്യണം. ഓക്കെ, നമുക്കത് വെബ്സൈറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ആപ്പിൽ ഇപ്പം നമ്മളിപ്പോൾ സൈൻ അപ്പ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ അവിടെ വെബ്സൈറ്റിൽ ചെയ്ത മെയിൽ ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആപ്പ് ലോഗിൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അത് ചെയ്യാത്തവർ കഴിയുന്നതും നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഓരോ കുട്ടികളുടെയും ഏജ് കാറ്റഗറി വെച്ചിട്ട് നിങ്ങൾ സൈൻ അപ്പ് ചെയ്ത് വെക്കുക. ഈവൻ ക്ലാസ്സുകൾ കേട്ടിട്ടില്ലെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് ഇനി ആപ്പ് വരുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ പറ്റുമോ ഇൻഷാല്ലാ. അപ്പം അത് സൈൻ അപ്പ് പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അതിന് വേണ്ട വീഡിയോസ് ഒക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾ ചോദിക്കുക ഇൻഷാല്ലാ. ഹെൽപ്പ് ഡെസ്ക് എങ്ങനെയാ കോൺടാക്ട് ചെയ്യാമെന്നും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേയ്മെന്റിന്റെ കാര്യം നമ്മൾ ഇൻഷാല്ല മെല്ലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കും. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അതിന് എന്ത് സപ്പോർട്ടാണോ വേണ്ടത്, അതായത് ഒരു വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യും ഇൻഷാല്ല. നമുക്ക് മെല്ലെ മെല്ലെ അതിനെക്കുറിച്ച് വിവരങ്ങൾ പറയാം. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ഒരു കുട്ടിക്ക് ഒരു ലോഗിൻ എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അതായത് ഒരു കുട്ടിക്ക് ഒരു മെയിൽ ഐ ഡി, ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഒരാൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലും അവർക്ക് അത് നമ്മൾ പറഞ്ഞു നമുക്കൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടൂല, അതിന്റെ പോയിന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് മിസ്സാവും. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം സുബ്ഹാനല്ലാഹ് ഇപ്പോഴത്തെ ആ ഒരു സമൂഹത്തിൽ അല്ലെ ആ മുസ്ലിം എൻവയൺമെന്റിൽ സ്ട്രഗിൾ ചെയ്യുന്നവരാണ് പല സ്കൂളിലും അങ്ങനെയൊക്കെ. ഇനി മുസ്ലിം എൻവയൺമെന്റ് തന്നെ ആണെങ്കിലും സ്വന്തം കസിൻസ് റിലേറ്റീവ്സിന്റെ ഇടയ്ക്കിൽ തന്നെ ആണെങ്കിലും നെയിം സേക്ക് മുസ്ലിംസിന്റെ അല്ലെ പേരിന് മാത്രം മുസ്ലിം ആയിട്ട് എന്നാൽ ഇസ്ലാമികമല്ലാത്ത ഒരു എൻവയൺമെന്റിൽ നമ്മളെ കുട്ടികൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. വീട്ടിൽ ഉമ്മ എന്ന് പറയുന്നു, പുറത്തു പോകുമ്പോൾ കസിൻസ് വേറൊന്ന് പറയുന്നു, സ്കൂളിൽ ചെല്ലുമ്പം ആ മുസ്ലിംസ് വേറൊന്ന് പറയുന്നു, എന്താ ശരി എന്താ സെറ്റ്. അപ്പം അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഇസ്ലാമിക് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് അല്ലെ നമുക്കുണ്ട് അൽഹംദുലില്ലാ, അതിൻ്റെ ഒരു കംഫർട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു എളുപ്പമാണ് അല്ലെ. അപ്പൊ അതുപോലെ നമ്മളെ കുട്ടികൾക്ക് ഒരു എൻവയൺമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ അവർക്ക് ഒന്നിച്ച് ഫ്രണ്ട്ഷിപ്പും ഒന്നിച്ച് ചെയ്യാൻ ആക്ടിവിറ്റീസും, എന്നാൽ ആൺകുട്ടികളും പെൺകുട്ടികളും വേറെയാണെന്നുള്ള ഒരു ഗുണവും, അങ്ങനെ ജമാഅത്തിന്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യണം.
അതിന്റെ കൂടെ തന്നെ അവർ ഇൻഡിവിജ്വാലിറ്റിയും അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കാൻ പറ്റുന്ന കോൺട്രിബ്യൂഷനും ഓരോരുത്തരും മെല്ലെ മെല്ലെ ഭാവിയിലെ ദായികളാകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും ഒക്കെ അവർക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് ഓരോരുത്തർക്ക് ഓരോ ലോഗിൻ, ഓരോ മെയിൽ ഐ ഡി നിർബന്ധമാണ്. ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക ആപ്പിലേക്ക് വരുന്നതിന് മുമ്പ്. ഒന്ന്, വെബ്സൈറ്റിൽ നമ്മൾ സൈൻ അപ്പ് ചെയ്തിട്ടുണ്ടാവണം. 2, ഓരോ കുട്ടിക്കും ഓരോ ലോഗിൻ, ഓരോ മെയിൽ ഐ ഡി വെച്ചിട്ടുള്ള ലോഗിനും ഉണ്ടാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ചില വീടുകളിലെങ്കിലും പ്രയാസമായിരിക്കും, കാരണം കുറേ ഡിവൈസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പം ഒരു ഡിവൈസ്, അതായത് ഉമ്മന്റെ ഒരു ഫോണിലായിരിക്കും മക്കൾ 3, 4 പേര് ഉപയോഗിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ഡിവൈസ് ഉള്ളവർക്ക് ഓക്കെയാണ്, ഒരു കുട്ടിക്ക് ഒരു ഡിവൈസും വേറെ കുട്ടിക്ക് വേറെ ഡിവൈസിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അൽഹംദുലില്ലാ. പക്ഷേ ഈ ഒരു ഡിവൈസ് മാത്രമുള്ള ആളുകൾ ഉണ്ടാവും, ഇത്തിരി പ്രയാസമായിരിക്കും. കാരണം ഒരു കുട്ടി ലോഗ് ഔട്ട് ചെയ്തിട്ട് മറ്റു കുട്ടിക്ക് കയറണം, അങ്ങനത്തെ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മളത് ഇതൊരു ഫുൾ ടൈം കോഴ്സ് ഒന്നും അല്ല, എല്ലാ നേരം അവർ ഫോണിൽ ഇത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ആഴ്ചയിൽ ഒരു കുട്ടി ഒരു പ്രാവശ്യം കയറിയാൽ മതി അതിനകത്ത്. ആ ഒരു ക്ലാസ്സും കേട്ട് അതിന് എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതും ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു. പിന്നെ അവർക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ കമ്മ്യൂണിറ്റിയിൽ കയറിയിട്ട് ഒന്ന് ആക്റ്റീവ് ആവാന്നുള്ളൂ. അപ്പം ആ ഒരു സംഭവം നിങ്ങൾ അതുമായിട്ട് അതിന് മെന്റലി റെഡി ആവുക. ഒരു കുട്ടിക്ക് ഒരു ഐ ഡി, അതുപോലെ സൈൻ അപ്പ് വെബ്സൈറ്റിൽ എന്നുള്ളത്. ഓക്കെ, ഇൻഷാല്ലാ. പിന്നെ നമുക്ക് അടുത്ത ആഴ്ച മീറ്റപ്പ് ഉള്ളത് കൊണ്ട് അടുത്ത ആഴ്ച സെഷൻ ഉണ്ടാവില്ല. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഒരു ഡയലോഗ്സ് ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും മാറ്റങ്ങൾ വരുത്തണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ ഡയലോഗ്സ് ഇല്ലാത്തതിൽ നമുക്ക് വിഷമങ്ങളുണ്ട്, അതിന്റെ ഗുണങ്ങൾ എങ്ങനെ കിട്ടും എന്നുള്ള ചിന്തയുണ്ട് അല്ലെ. അപ്പം നമുക്ക് ടിപ്സ് വേണം. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇതുപോലെയുള്ള ഡയലോഗുകൾ വീടുകളിൽ ഉണ്ടാക്കുന്നത്, അതായത് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള പ്രയോജനപ്രദമായിട്ടുള്ള സംഭാഷണങ്ങൾ എങ്ങനെയാണ് വീടുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഇത് കുറച്ചധികം സംസാരിക്കാനുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാൻ സ്പ്ലിറ്റ് ആക്കി 2 പാർട്ടാക്കുകയാണ്. ഇന്ന് നമുക്ക് ഫസ്റ്റ് പാർട്ട് കാണാം. ഫസ്റ്റ് പാർട്ട് കേട്ടാൽ തന്നെ അത്യാവശ്യം നല്ലോണം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും. അപ്പം 2 വീക്ക് ഉണ്ട് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ. എന്നിട്ട് ബാക്കി നമുക്ക് അടുത്ത വീക്ക് എടുക്കാം ഇൻഷാല്ലാ. അപ്പം എങ്ങനെയാണ് നമ്മുടെ വീടുകളിലുള്ള സംഭാഷണങ്ങൾ, ഡയലോഗുകൾ ഫ്രൂട്ട്ഫുൾ ആക്കുന്നതെന്ന് ഈ ഒരു സെഷന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നമുക്ക് അറിയണം. ഇതിന്റെ മെത്തേഡ്സ് കുട്ടികളുടെ അടുത്തും ഇനി വീട്ടിൽ തന്നെയും പാരന്റ്സ് ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ ഒരു സംഭാഷണം കൊണ്ടുവരുന്നത്. കാരണം ഇപ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിന്റെ ആവശ്യം നമ്മൾ മനസ്സിലാക്കി അല്ലെ, എന്നാൽ എങ്ങനെ എന്നറിയാത്ത കുറെ ആൾക്കാരുണ്ട്. സ്റ്റക്കായി നിൽക്കുന്നവർ, പല കാരണങ്ങളാൽ സ്റ്റക്കായി നിൽക്കുന്നവരുണ്ട്. എന്ത് രീതിയിൽ ഇതിനെ കൊണ്ടുവരണം ശ്രമിച്ചിട്ട് പാളി പോകുന്നവരുണ്ട്, പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തവരുണ്ട് അല്ലെ. അല്ലെങ്കിൽ പല സമയത്തും അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു ആർഗ്യുമെന്റിലും അല്ലെ തല്ലിപ്പിരിയലും എത്തി നിൽക്കുന്നവരുണ്ട്. അപ്പം സുബ്ഹാനല്ലാഹ് നമുക്കിത് ഭയങ്കര ആവശ്യമാണ്. അപ്പം പലപ്പോഴും ഇതുപോലെയുള്ള സംസാരങ്ങൾ വരുമ്പോൾ വീട്ടിൽ ഫൈനൽ വരെന്ന് വെച്ചാൽ ഇനി ഈ വിഷയം ഇവിടെ ഡിസ്കസ് ചെയ്യണ്ട അല്ലെ. പലപ്പോഴും നമ്മൾ അങ്ങനെ പറയണ്ട, കാരണം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കൂല, ഇനി ഇത് തലയിൽ കയറ്റിട്ട് വിഷമിക്കാൻ കഴിയൂല അല്ലെ. എല്ലാവരും അവനവന്റെ പാട്ടിൽ പോവും. ആ ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും ഡയലോഗ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാലും വരാറുണ്ട്. പിന്നെ ചിലരുണ്ടാവും, ഒക്കെ ശരിയാണ്, ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെയാ ചെയ്യാന്നൊക്കെ അറിയാം, പക്ഷെ ഇത്രയും കാലത്തെ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല, ഇത്രയും കാലം എന്റെ കുട്ടികളെ എന്റെ ഹസ്ബൻഡ് കണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പൊ പെട്ടെന്ന് എങ്ങനെയാ ഞാൻ ഒരു ചേഞ്ച് പുതിയതായിട്ട് കൊണ്ടുവരാം അല്ലെ. എനിക്ക് അറിയില്ല, എങ്ങനെയാന്ന് മനസ്സിലാവുന്നില്ല, എനിക്ക് ചേഞ്ച് വേണം, പക്ഷെ എങ്ങനെയാന്ന് അറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പല റീസൺസ് ഉണ്ടാവും ചേഞ്ച് കൊണ്ടുവരാൻ പറ്റാതെ. അപ്പൊ നമുക്കതെല്ലാം ഇൻഷാല്ലാ ഇനിയുള്ള സെഷൻസിൽ സ്ലോലി നമുക്കത് കൊണ്ടുവരാം. ഓക്കെ, അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡയലോഗിനെ എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആക്കാന്ന് പറഞ്ഞാൽ അതിന് റൈറ്റ് അറ്റ്മോസ്ഫിയർ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡയലോഗിന് ഏറ്റവും ആവശ്യമുള്ള അറ്റ്മോസ്ഫിയർ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ വീടുകളിൽ പലപ്പോഴും അത് മിസ്സിങ് ആയിരിക്കും. അപ്പം അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ സംഭാഷണം എന്ന് പറയുന്നത് നമ്മളെ വീടുകളിലൊക്കെ ഡയലോഗ് ആകണ്ടേ. അത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചിട്ട് അതിനെ എല്ലാവരുടെ വ്യൂസും എടുത്ത് അതിന്റെ നല്ല ഒരു പോയിന്റ് കൺക്ലൂഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഡയലോഗ്, ആർഗ്യുമെന്റ് അല്ലാത്തൊരു ഡയലോഗ് എന്നുള്ളത് അത് മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള സംസാരമാണ്, ബ്രെയിൻ തമ്മിലുള്ള സംസാരമല്ല. ഓക്കെ, പെട്ടെന്ന് ഒറ്റ വാക്കൊണ്ടൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല, ഞാൻ അതിനെ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മളെ വീടുകളിൽ ഹൃദയങ്ങൾ തമ്മിലുള്ള സംസാരമാണ് ഈ ഡയലോഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിനകത്ത് ഇത് ഭയങ്കര പ്രയാസമാണ്.
സ്കൂളിൽ ഒരു പക്ഷേ സ്റ്റുഡൻസ് തമ്മിൽ അവർ സംസാരിക്കുന്നുണ്ടാവും, അവർ സയൻസോ ഫിസിക്സോ ഒക്കെ സംസാരിക്കുമ്പോൾ അവിടെ ബ്രെയിനാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് അടിയും തല്ലൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അത് ഹൃദയത്തിലേക്ക് എടുക്കുമ്പോഴേ അവിടെ അടി വരുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസ് എൻവയൺമെന്റിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷനിൽ അല്ലെ, അതൊക്കെ സംസാരിച്ച് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കൺക്ലൂഡഡ് ആവുന്നത്. പക്ഷെ ഫാമിലിയിലേക്ക് വരുമ്പം എന്തൊരു വിഷയം സംസാരിച്ചാൽ തല്ലി പിരിഞ്ഞാൽ പോവാം. കാരണം ഇത് ഹൃദയങ്ങൾ തമ്മിലുള്ള സംസാരമാണ്. ഹൃദയങ്ങൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രയാസമാവുന്നത്? പല റീസൺസ് ഉണ്ട്. അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സ്പോണ്ടേനിയസ് സ്വഭാവം അല്ലെ, നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാതെ വരുന്ന നമ്മളുടെ പല സ്വഭാവങ്ങളും ഉണ്ട് അല്ലെ, പല റിയാക്ഷൻസും ദേഷ്യവും അതൊക്കെ കാണിക്കാനുള്ള സ്ഥലമാണ് നമുക്കൊക്കെ വീട്. സുബ്ഹാനല്ലാഹ്. അതിലൊരു സംശയമില്ല അല്ലെ. നമ്മളിലുള്ള ഭദ്രകാളികൾ പുറത്തു വരുന്ന സ്ഥലമാണ് വീട്. അവിടെ നമ്മൾ അതിന് അനുവാദം കൊടുത്തിട്ടുമുണ്ട് അല്ലെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അവിടെ സംസാരിക്കുന്ന ആളുകൾ, വീടിനകത്ത് വെച്ച് നമ്മൾ സംസാരിക്കുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാം അല്ലെ. ഇവളെന്താണ് അല്ലെങ്കിൽ ഇവൻ എന്താണ്, എന്റെ മോൻ എന്താണ് അല്ലെങ്കിൽ മോൾ എന്താണ്, ഉമ്മ എന്താണ്, വാപ്പ എന്താണെന്നുള്ളത്, അത് നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവും ഓരോരുത്തരെ കുറിച്ചും. ആ ഒരു ഒപ്പീനിയൻ ഫൈനലും ആയിരിക്കും. ഇതിപ്പം ഇതിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല എന്നുള്ള ആംഗിളൊക്കെയും വീട്ടിനകത്തുണ്ടാവും. പുറത്തൊരു പക്ഷെ അത് അത്രയ്ക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. അതുപോലെ ഉമ്മാക്ക് അറിയായിരിക്കും അല്ലെങ്കിൽ ഉപ്പാക്ക് അറിയായിരിക്കും എന്റെ മോനും എന്തായാലും ഇപ്പം ഒരു കരിയറിന്റെ കാര്യമെന്ന് വെച്ചോ, അവൻ ഇന്നതാവാനാണ് ആഗ്രഹം, അതുകൊണ്ട് അവനോട് അതിന്റെ അപ്പുറത്തുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ അവിടെ ഒരു ഡയലോഗ് നമ്മൾ കൊണ്ടുവരില്ല. അല്ലെങ്കിൽ അവന്റെ വീക്ക് പോയിന്റ്സ്, മോളുടെ വീക്ക് പോയിന്റ്സ് അറിയായിരിക്കും. ഇവളുടെ അടുത്ത് ഈ ഒരു കാര്യം എന്തായാലും ഇവൾ ഇങ്ങനെയാണ്, അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ തല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ നമുക്ക് ഒപ്പീനിയൻസ് ഉണ്ട് ഓരോരുത്തരെ കുറിച്ചും, വീട്ടിനകത്തുള്ള ആൾക്കാരെ കുറിച്ച് അല്ലെ. അപ്പൊ ആ വിഷയത്തെ കുറിച്ച് പലതവണ മുമ്പ് സംസാരിച്ചിട്ടുണ്ടാവും, തല്ലുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനിയിപ്പോ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നൊരു തോന്നല്. ഓക്കെ. അതുപോലെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ്, മൂപ്പര് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, മൂപ്പരെ തീരുമാനം ഇട്ട് മൂപ്പര് മാറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോ ഇതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവേ ഉള്ളൂ. അല്ലെങ്കിൽ അതൊരു ഡയലോഗ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിലൊരു പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ള ഒരു തോന്നല്. അപ്പം ഇതുപോലെ പല പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ പേരൻസ് കുട്ടികളെ അടുത്ത് സംസാരിക്കുമ്പോൾ ഡയലോഗ് ആക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഡയലോഗിന് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഒരു പോയിന്റ് എടുക്കുക എന്നുള്ള ഒരു വശം അവിടെ ഉണ്ട് അല്ലെ. അപ്പം ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വരും, കുട്ടികൾക്ക് വേണ്ടി ഞാൻ താന്നു കൊടുക്കണോ അല്ലെ, അവര് പറയുന്നതൊക്കെ എടുത്തിട്ട് അല്ലെ, അവരെ വിവരക്കേടൊക്കെ സ്വീകരിച്ചിട്ട് ഞാൻ താന്നു കൊടുക്കണോ? കുട്ടികൾക്ക് വേണ്ടി എന്നല്ല, ഇപ്പൊ ഭർത്താവിന് വേണ്ടിയാണെങ്കിലും അല്ലെ, സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും, അപ്പൊ ഞാൻ അവര് പറയുന്നതിന് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിത്തിരി കുറഞ്ഞു പോകില്ല അല്ലെ. എനിക്കല്ലേ അവരെക്കാളും എല്ലാം കൂടുതൽ അറിയുന്നത്, ഞാനല്ലേ കൂടുതൽ ശരി, അങ്ങനെ ഒരു ചിന്ത. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിലുള്ള കാര്യമാണെങ്കിൽ പൊതുവെ മുതിർന്നവരാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവരും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരും എന്നുള്ള ഒരു ചിന്ത. അതൊക്കെ നമ്മളുടെ ഒരു ജനറൽ ആസ്പെക്റ്റുകൾ അങ്ങനെയാണ് അല്ലെ. അതിൽ നിന്ന് നമ്മൾ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് കുറച്ച് ദീൻ അധികം ഉണ്ടെങ്കിൽ അവര് മാത്രമാണ് ശരി എന്നുള്ള ചിന്ത. ഇതുപോലത്തെ കുറേ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിന്റെ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ എങ്ങനെയാ അതിനെ എടുക്കുക? ഒരു ഇഷ്യൂ ഓർഡർ ചെയ്യും അല്ലെ. ഐ മീൻ നമ്മൾ എന്തെങ്കിലും ഒരു കൽപ്പന, ഇതിങ്ങനെയാണ് ഈ വീട്ടില്, മക്കളടുത്ത് നീ നിസ്കരിക്കണം, അതിനപ്പുറത്ത് അവരുടെ നിസ്കരിക്കാനുള്ള പ്രയാസങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ഡിസ്കഷനോ ഒന്നും നമുക്ക് അവിടെ ഉണ്ടാവുന്നില്ല. കൽപ്പനകൾ മാത്രമായിട്ട് മാറുകയാണ്. എന്നിട്ട് കുട്ടികൾ അത് അനുസരിക്കൽ മാത്രമായിട്ട് മാറുകയാണ് അല്ലെ. അത് ഈവൻ ഒരു വീട്ടിലൊരു ജോലിക്ക് സഹായിക്കുന്ന കാര്യമാണെങ്കിൽ പോലും വെറും കൽപ്പന. കാരണം ഇതാണ് ഇങ്ങനത്തെ ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ വീടുകളിലുള്ള ഡയലോഗുകൾ ഫ്രൂട്ട്ഫുൾ ആവണമെങ്കിൽ, സക്സസ്ഫുൾ ആവണമെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്തേ മതിയാവും. അപ്പം ആ ഒരു എൻവയൺമെന്റ് എന്ന് പറയുന്നത് അത് ഉണ്ടാക്കി കൊണ്ടുവരാൻ നല്ല കമ്മിറ്റ്മെന്റ് വേണം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവാൻ പോണ കാര്യമില്ല. നല്ല ക്ഷമ വേണം, ഇന്റലിജൻസ് വേണം, ഹിക്മത്ത് വേണം. ഓക്കെ. എല്ലാത്തിനും മുകളിൽ നമ്മളുടെ ആ ഒരു കമ്പാഷൻ, സ്നേഹം, കാരുണ്യം എന്നുള്ള പറഞ്ഞ സാധനങ്ങളൊക്കെയും വേണം. സംഭവം ഈ പറഞ്ഞ എല്ലാം നമുക്കുണ്ട്. ഈ കമ്മിറ്റ്മെന്റും അൽഹംദുലില്ലാ നമുക്കുണ്ട്, ക്ഷമയുണ്ട്, ഹിക്മത്ത് ഉണ്ട്,
കമ്പാഷൻ ഉണ്ട്, മേഴ്സി ഉണ്ട്, ലവ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അത് വേണ്ടടുത്ത് വേണ്ട രീതിയിൽ നമ്മൾ പ്രയോഗിക്കാൻ പഠിച്ചിട്ടില്ല എന്നല്ല, നമുക്ക് ചിലതൊന്നും ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കണം എന്നുള്ളത് അറിയൂല എന്നുള്ളതാണ് സത്യം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിനെയൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ടതെന്ന് കുറച്ച് കുറച്ച് പോയിന്റ്സിൽ നമുക്ക് സമറൈസ് ചെയ്യാം. ഒരു 6 പോയിന്റ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ, ഒരു ഡയലോഗിന് വേണ്ടി ഇരിക്കുമ്പോൾ, ഡയലോഗ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിരിക്കും അല്ലെ. ചിലപ്പം ഒരു മോന്റെ അല്ലെങ്കിൽ മോളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചായിരിക്കാം, കല്യാണത്തിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നതിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ ആരുടെങ്കിലും കല്യാണത്തിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്ന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീടുകളിൽ സംസാരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട കാര്യം, ആ ഇരുത്തത്തിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഈ ഒരു സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന്റെ ഔട്ട്കം ആയിരിക്കരുത്. പകരം വീട്ടുകാർ തമ്മിലുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്ന ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. സ്നേഹം എന്ന് പറയുന്നത്, ഹബ്ബ് എന്ന് പറയുന്നത് ഏറ്റവും ഭൂമിയിൽ നിലനിൽക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു ബോണ്ടിങ് വീട്ടുകാരുടെ ഇടയിൽ അതില്ല എന്നുണ്ടെങ്കിൽ, നമുക്കൊക്കെ തോന്നുന്നുണ്ട് നമുക്കൊക്കെ ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ അടുത്തും എന്നൊക്കെ. പക്ഷെ ആ സ്നേഹങ്ങൾ ഒരുതരം എന്താ പറയാ, അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ മാത്രമായിട്ട് മാറാറുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെൽഫിഷ്നെസ്, അങ്ങനെ പല രീതിയിലും അതിനെ മാറാറുണ്ട്. അല്ലാണ്ട് അള്ളാഹു സുബ്ഹാനഹുവതആലയുടെ മാർഗത്തിലുള്ള സ്നേഹമൊക്കെ ആണ് നമുക്ക് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നമ്മുടെയൊക്കെ വീടുകളിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിനൊക്കെ പോസിറ്റീവായിട്ട് എടുത്ത് ഇബാദത്തായിട്ട് കണ്ട് അത് നമ്മളുടെ വേറെ ഒരു കാര്യത്തിനെയും ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലേ. നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ തകർന്ന് തരിപ്പണാവാണ് അവിടെ. അപ്പം അതൊക്കെ നമ്മളുടെ സ്നേഹങ്ങൾ എന്തൊക്കെയോ സെൽഫിഷ്നെസ്സും അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ആയി മാറുന്നത് കൊണ്ടാണ്. പക്ഷെ സ്നേഹം എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ മേലെയുള്ള ഒരു ഫീലിംഗ് ആണ്. സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ ഭയങ്കര സാഹിത്യമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഞാൻ ഈ പറയുന്നത്, അല്ലെ, വലിയ എന്തോ സംഭവമായിട്ട്. പക്ഷെ നമുക്ക് അതിന്റെ താഴോട്ടേക്കൊന്നും മെല്ലെ ഇറങ്ങി വരണം ഇൻഷാ അല്ലാഹ്. അപ്പം ഇതുപോലെ എന്ത് സംസാരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇരുന്നാലും ആ സംസാരിക്കുന്ന വിഷയത്തിനെക്കാളും ഇമ്പോർട്ടന്റ് ആ സംസാരിക്കാനിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഉമ്മ, ഉപ്പ, മക്കൾ, അവർ തമ്മിലുള്ള സ്നേഹത്തിന്, ആ ഒരു ബോണ്ടിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. ഇത് ഡയലോഗിന്റെ, അതായത് എന്തെങ്കിലും നമ്മുടെ ഡയലോഗുകൾ സക്സസ് ആവണമെങ്കിൽ ഈ ഒരു ബോണ്ടിങ് ആവശ്യമാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലെ, ആദ്യം നമ്മൾ തമ്മിലുള്ള ഒരു റാപ്പോ ആണ് നന്നാവേണ്ടത്. സുബ്ഹാനല്ലാഹ്. സ്നേഹത്തോടു കൂടി സംസാരിച്ച് നമ്മുടെ സംസാരങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ സംസാരിച്ച കാര്യം എന്താണോ, ഇപ്പം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ പറയാറുണ്ടല്ലോ, ഏറ്റവും ആദ്യം മുശ്രിക്കുകളുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവർ കേട്ടത്. അതിനുശേഷമാണ് അവർ സ്വീകരിക്കുന്ന കാര്യം അവിടെ വരുന്നുള്ളൂ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. സ്വീകരിക്കുന്ന കാര്യം അവിടെ ശരിക്കും വന്നിട്ടേ ഇല്ല, അത് അള്ളാഹ് കൊടുക്കുന്നതാണ്. അതുപോലെ ആയിരിക്കണം നമ്മളൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന, വീടുകളിൽ ഇരുന്ന് സംസാരിക്കുന്ന ഓരോ ഇരുത്തങ്ങളും. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അവിടെ ആ ഒരു ബോണ്ടിങ് ആണ്. അതിനുശേഷമേ നമ്മൾ ആ ഒരു പ്രോബ്ലം, നമ്മൾ ആ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം, അതിന്റെ കൺക്ലൂഷൻ ഒക്കെ വരുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രയാസം തോന്നുന്നുണ്ട് അല്ലെ. കാരണം ഇത് സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ സംഭവം നമുക്ക് ഉണ്ടോന്ന് അറിയില്ല. നമുക്ക് അതിനൊന്ന് വിശകലനം ചെയ്തു നോക്കാം. നമ്മളൊക്കെ ഇതുവരെ ജീവിച്ച ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, എനിക്കറിയില്ല ഇപ്പൊ ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അപ്ലിക്കബിൾ ആണോ, അതിൽ നിന്ന് വ്യത്യസ്തമായ കുടുംബങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്കും. എന്നാൽ ഞാൻ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും നാള് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇസ്ലാമിൽ പഠിച്ച പല റൂളുകളും, ഓക്കെ, എന്തൊക്കെ ടൈപ്പ് റൂളുകളാണെന്ന് ഞാൻ പറയാം. പല റൂളുകളും കുടുംബത്തിന്റെ പുറത്ത് ആപ്ലിക്കബിൾ. ഓക്കെ, കുടുംബത്തിന്റെ പുറത്ത് മറ്റുള്ളവരുടെ അടുത്താണ് ആപ്ലിക്കബിൾ. അങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും അങ്ങനെയാണ്. ഉദാഹരണം പറയാം. ഓക്കെ, നമ്മൾ ഇതിനെക്കുറിച്ച് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ നാവ് യൂസ് ചെയ്യുന്ന രീതികൾ അല്ലെ, നാവിന്റെ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഗീബത്തും നമീമത്തും മാത്രമാണ്, ബുഹ്താൻ, ആ ഒരു സംഭവം മാത്രം. പക്ഷെ നമ്മളൊരു 10-13 പോയിന്റ്സ് ആയിട്ട് ബ്രീഫ് ചെയ്ത ഒരു ക്ലാസ് സെഷൻ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പറ്റുമെങ്കിൽ നമ്മൾ എല്ലാവരും അത് വീണ്ടും 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 കേട്ടോണ്ടിരിക്കണം. അല്ലെങ്കിൽ അതേ വിഷയങ്ങൾ, ആ ക്ലാസ് എന്നുള്ളതല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നമ്മൾ വീണ്ടും 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 മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം ഒരുപാട് ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങൾ നമ്മൾ അവിടെ പറയണ്ടായി നാവിനെ യൂസ് ചെയ്യുന്നതിന് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അങ്ങനെ കേൾക്കുമ്പോഴും നമ്മൾ ആ റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൽ വരുന്നത് പുറത്താണ്, വീട്ടിന്റെ അകത്തല്ല. കാരണം ഒരു
ഹേർട്ട്ഫുൾ, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന തമാശ രൂപേണയുള്ള ഒരു കമന്റ് അല്ലെ, അതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് പറയാൻ പാടില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് പറയാൻ പാടില്ല എന്ന് പറയാം. പക്ഷെ നമ്മുടെ ഈ പാടില്ലകൾ വീട്ടിന്റെ പുറത്ത് മാത്രം. വീട്ടിന്റെ അകത്ത് നമുക്ക് വേദനിപ്പിക്കുകയും ചെയ്യാം, തമാശാക്കുകയും ചെയ്യാം അല്ലെ. തമാശകൾ പലപ്പോഴും പലരെയും വിഷമിപ്പിക്കാറുണ്ട് നമ്മളെ വീട്ടിന്റെ അകത്ത് അല്ലെ. അതേപോലെ റെസ്പെക്ട് ഇല്ലാത്ത സംസാരങ്ങൾ, അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കബിൾ വീടിന്റെ പുറത്താ. വീട്ടിന്റെ അകത്ത് അല്ലെ, നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളുടെ ഒക്കെ അടുത്ത് എത്രത്തോളം ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത്, അവരുടെ പേഴ്സണാലിറ്റീനെ റെസ്പെക്ട് ചെയ്യാതെ, അല്ലെങ്കിൽ പലപ്പോഴും സംസാരങ്ങൾ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള അധികാരത്തോടു കൂടി ചീത്ത പറയുന്ന രൂപേണ. അത് മക്കളെ തന്നെ ആയിക്കോണമെന്നില്ല, ചിലര് വീട്ടില് ഭർത്താക്കന്മാരെടുത്തും പറയും അല്ലെ, അല്ലെങ്കിൽ മുതിർന്നവരെടുത്തും പറയാറുണ്ട്. അത് ഞാൻ ആ ബെസ്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് കൊണ്ട് ഈ പറഞ്ഞ നാവിന്റെ ഞാൻ ജസ്റ്റ് ഈ നാവിന്റെ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഉദാഹരണമാക്കി എടുത്തതാണ് കേട്ടോ. ഇസ്ലാമിലെ പല റൂൾസും നമുക്ക് ആപ്ലിക്കബിൾ വീട്ടിന്റെ പുറത്താണ്, വീട്ടിന്റെ ഉള്ളിലില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത് അല്ലെ. ഈ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് വീട്ടിൽ എന്തും തോന്നിയ പോലെ പറയാം, പക്ഷെ പുറത്തുള്ളവരുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ഈ റൂളുകളൊക്കെ ഓർമ്മ വരും, നമ്മൾ അത് അപ്ലൈയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബന്ധം ചേർക്കണം എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു നിയമം എന്ന് പറയുന്നത്, നമ്മൾ അതിനെ എങ്ങനെയാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വെച്ചാൽ, എവിടെയെങ്കിലും ഒരു ബ്രോക്കൺ ബന്ധങ്ങൾ ഉണ്ടെന്ന് നോക്കാം, ഒരു കാർന്നോരുമായിട്ട് കുറെ നാൾ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ മൂത്താപ്പയായിട്ട് മിണ്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ചേർക്കണം എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ വീട്ടിനകത്തുള്ള ബന്ധങ്ങൾ ഉണ്ടല്ലോ, അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് അള്ളാഹുവിന്റെ കുടുംബബന്ധം ചേർക്കുന്ന പിക്ചറിലേ നമുക്കില്ല അല്ലെ. അതായത് നമുക്കറിയാം നമ്മളെ വീട്ടിനകത്തുള്ളവര് അവര് അവിടെ സ്റ്റേ ചെയ്യും നമ്മളുടെ കൂടെ, ദേ ആർ ബൗണ്ട് ടു സ്റ്റേ. അതായത് അവരുടെ ഗതികേട് കൊണ്ടോ എന്തോ അല്ലെ, നമ്മുടെ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടും ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് വേണ്ടിയിട്ടും മക്കൾക്ക് ഒരു വലിയൊരു ശതമാനം വരെ, നമ്മുടെയൊക്കെ ജനറേഷൻ, പുതിയ ജനറേഷനെ നമുക്ക് അങ്ങനെ കൂട്ടണ്ട, അവരൊക്കെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവരവിടെ ഉണ്ടായിക്കോളും അല്ലെ. നമ്മൾ എന്ത് വായ തോന്നിയത് അവരുടെ അടുത്ത് പറഞ്ഞാലും, എന്ത് നമുക്ക് തോന്നിയത് അവരുടെ അടുത്ത് ചെയ്താലും അവരവിടെ ഉണ്ടായിക്കോളും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ബന്ധങ്ങളെ ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ബന്ധങ്ങൾ എന്താണ് ചേർക്കുന്ന കാര്യത്തിൽ നമുക്ക് മനസ്സിലായിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ എല്ലാ റൂൾസും നമുക്ക് വീട്ടിന്റെ പുറത്താ, വീട്ടിനകത്ത് ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. വീട്ടിനകത്ത് നമ്മൾ തോന്നിയ പോലെയാ. സുബ്ഹാനല്ലാഹ്. ശരിക്കും കുടുംബം, വിവാഹം, കുട്ടികൾ എന്നൊക്കെ പറയുന്നതിന് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നതിനേക്കാളും, നമ്മൾ ഇതുവരെ കൺസിഡർ ചെയ്തതിനേക്കാളും ഭയങ്കര ഡീപ്പായിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിക്മത്തുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഞാനും ഇതൊക്കെ ഇവിടെ ഇരുന്ന് പറയുമ്പം ഞാനും അതിലേക്കൊക്കെ എത്താൻ ശ്രമിക്കുന്ന ഒരാൾ മാത്രം കേട്ടോ, അതുകൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. നമ്മളൊക്കെയും ഇതിനെ ആ ഒരു മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും കുടുംബം എന്ന് പറയുന്നത്, കുട്ടികൾ എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത് നമ്മളെ സ്വർഗത്തിന് ഫിറ്റ് ആവുന്ന മനുഷ്യന്മാരാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിൽ ഒരുക്കിയ എന്താന്നാ പറയാ, ട്രെയിനിങ് ആണ്. ഓക്കെ, സ്വർഗത്തിന് പറ്റുന്ന ആൾക്കാരാക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരുക്കിയ ഒരു ട്രെയിനിങ് ഫീൽഡാണ് കുടുംബം എന്ന് പറയുന്നത്. അവിടെ നമ്മളെ എക്സ്ട്രീംലി ഹംബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഓക്കെ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ അങ്ങേയറ്റം കീഴ്വഴങ്ങുന്ന ആൾക്കാരായെങ്കിലേ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെ. പക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാൻ എന്ന ഒരു ഭാവം ഇപ്പോഴും ഉണ്ട്, നമ്മളെല്ലാവരും ഉള്ളിലുണ്ട്. ചിലപ്പോൾ പുറത്തുള്ളവരെടുത്ത് എടുക്കുന്നുണ്ടാവില്ല, പക്ഷെ നമ്മുടെ വീട്ടിനകത്ത് നമ്മളെല്ലാവരും ഈ അഹം എന്ന ആ ഒരു ഭാവം ഉള്ളവരാണ് അല്ലെ. അപ്പൊ നമ്മളെ എക്സ്ട്രീംലി ഹംബിൾ ആവുക എന്നുള്ളത് സ്വർഗത്തിൽ പോകേണ്ട ഒരു ആവശ്യകതയാണ്. അതിന് പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ഈ ട്രെയിനിങ് ഫീൽഡിൽ ഉണ്ട്, നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ട്രെയിനിങ് ഫീൽഡിലുണ്ട്. ഒരു അഹങ്കാരവും ഇല്ലാത്തവരാവാന്നുള്ളത് സ്വർഗത്തിലേക്ക് എത്തേണ്ടതിന്റെ അവകാശമാണ്, ആവശ്യമാണ്. കിബിർ എന്ന് പറയുന്നത് 0 ആയിരിക്കുക എന്നുള്ളത്, ഇതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മളെ വീട്ടിലുണ്ട്, വീട്ടിൽ കുടുംബത്തിനിടയിൽ ഡീൽ ചെയ്യുമ്പോണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങേയറ്റം അള്ളാഹുവിന് അനുസരണയുള്ളവനായിരിക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് സ്വർഗത്തിൽ എത്തുന്ന മനുഷ്യന്റെ ക്വാളിറ്റിയാണ് അല്ലെ. അത് പ്രാക്ടീസ് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ നിമിഷവും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുടുംബത്തിലെ സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അല്ലെ. കാരണം നമ്മൾ ഒരു പ്രാവശ്യം നമ്മളെ വീട്ടിനകത്തുനിന്ന് വായ തുറക്കുമ്പം നമ്മൾ ആലോചിക്കണം, ഇത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുസരണ കാണിച്ചുകൊണ്ടുള്ള ആവശ്യത്തിനാണോ ഞാൻ ഈ വായ തുറക്കുന്നത്, അല്ലെങ്കിൽ ചീത്ത പറയാനാണോ, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാനാണോ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനാണോ. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ, ആ നാവിന്റെ കൺട്രോളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് വീട്ടിനകത്ത് അപ്ലിക്കബിൾ അല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ ഒരു ആർമി ക്യാമ്പിലും കൊണ്ടുപോയി ട്രെയിൻ ചെയ്യാൻ പറ്റാത്ത
ഇത്രയും സാഹചര്യങ്ങൾ നമുക്ക് നമ്മളുടെ കുടുംബത്തിനകത്തുണ്ട്. ഓരോ മൂമെന്റിലും നമുക്ക് അള്ളാഹിനെ കുറിച്ച് ആലോചിക്കാൻ, ഓരോ മൂമെന്റിലും നമുക്ക് നമ്മളെ തന്നെ സ്വർഗത്തിന് ഫിറ്റ് ആവുന്ന ആൾക്കാരാക്കി മാറ്റാനുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ശരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ കുടുംബത്തിനകത്ത് പ്രാക്ടീസ് ചെയ്താൽ, അത് പുറത്തുള്ളവരെടുത്ത് നമ്മൾ എത്ര അവരെ കാണുന്നേ അല്ലേ? വല്ലപ്പോഴും ഒരിക്കൽ, അല്ലെങ്കിൽ കുറച്ച് നേരം, അത് കഴിഞ്ഞ് അതങ്ങോട്ട് മാറ്റി നമ്മൾ ഇവിടെ വന്നിട്ട് വേറെ സ്വഭാവം എടുക്കുമ്പം നമ്മൾ എങ്ങനെയാണ് ഈ ശീലങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് അതൊക്കെ നമ്മൾ ഹമ്പിളായിട്ട് നമ്മുടെ അഹം എന്ന് പറഞ്ഞ ഭാവം അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ കീഴൊതുങ്ങുന്ന ആൾക്കാരാവുക. എപ്പോഴെങ്കിലും നാലാളെ കാണുമ്പോൾ അവരുടെ അടുത്ത് ഒരു അരമണിക്കൂർ നല്ല സ്വഭാവം കാണിച്ചിട്ട്, സുബ്ഹാനല്ലാഹ്. പക്ഷെ അത് നമ്മൾ നിരന്തരം വീട്ടിനകത്ത് ഈ നിയമങ്ങളൊക്കെ, അള്ളാഹ് പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ നിമിഷവും നമ്മുടെ ബ്രെയിനിൽ ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണ്, അള്ളാഹ്ക്ക് ഇങ്ങനെ സംസാരിച്ചാൽ ഇഷ്ടമില്ല, അള്ളാഹ്ക്ക് ഇങ്ങനെ ചെയ്താൽ ഇഷ്ടമില്ല എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം ട്രെയിൻഡ് ആവും അല്ലെ? ആ ട്രെയിനിങ് എത്രമാത്രം നമ്മളുടെ ഇബാദത്തുകളിൽ റിഫ്ലക്റ്റഡ് ആവും. പക്ഷെ നമ്മൾ വീട്ടിൽ അഹങ്കാരികളാണെങ്കിൽ, ഞാൻ മാത്രമാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാ മേഖലകളിലും റിഫ്ലക്റ്റഡ് ആയിരിക്കും, നമ്മുടെ ഇബാദത്തിലും റിഫ്ലക്റ്റഡ് ആയിരിക്കും. നമുക്ക് അള്ളാഹുൽ പരിപൂർണമായിട്ട് അസ്ലംതായിട്ടുള്ള ആൾക്കാരായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ. ഞാൻ അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നതുകൊണ്ട് വീട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാഷാ അല്ലാഹ് നിങ്ങൾക്ക് കുറെയൊക്കെ പറ്റൂല നമുക്ക്. അപ്പൊ നമ്മളുടെ ഓവറോൾ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ടുള്ള നമ്മളെ ബന്ധത്തിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ജന്ന റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്, സ്വർഗത്തിന് റെഡി ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ നമുക്ക് എല്ലാ ട്രെയിനിങ്ങിനും വേണ്ടിയിട്ട് അള്ളാഹു ഒരുക്കിയ ഒരു ഫീൽഡാണ് വീട് എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങൾ നമ്മളൊക്കെ ഏറ്റവും പ്രയാസപ്പെടുന്നത് നമ്മുടെ നാവിന്റെ കൺട്രോള്. പക്ഷെ നമ്മൾ പലപ്പോഴും നാവിന്റെ കൺട്രോളിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെ മെയിൻ കംപ്ലൈന്റ് എന്താണെന്നറിയോ? ഞാൻ ഒരു കുറ്റവും പറയണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഉമ്മ അത് പറയുമ്പോൾ, ഉപ്പ ഇത് പറയുമ്പോൾ, അല്ലെങ്കിൽ അനിയത്തി അത് പറയുമ്പോൾ, ഏട്ടത്തി ഇത് പറയുമ്പോൾ എന്താ ചെയ്യുക? അത് അവരെ കുറിച്ചുള്ള പരാതികളാണ്. നമ്മളിപ്പുറത്ത് നാവിന്റെ ഒരു 100 കാര്യങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ കൺട്രോൾ ചെയ്യുന്നുണ്ടാവില്ല അല്ലെ? എപ്പോഴും നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയാലോ. അവരെടുത്ത് മോശമായിട്ട് സംസാരിക്കുന്നത്, അവരെടുത്ത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുന്നത്, അവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്, ഞാൻ ശരിയാ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത്, നിങ്ങൾ മോശമാണ്, നിങ്ങൾ നിസ്കരിക്കാത്തവരാണ്, നിങ്ങൾ നോമ്പ് വെക്കാത്തവരാണ്, നിങ്ങളെ ബാധത്ത് അങ്ങനെയാണ്, നിങ്ങൾ നന്നാവൂല എന്നൊക്കെ പറയുന്ന സംസാരങ്ങൾ ഒഴിവാക്കുന്ന രീതിയിൽ നമ്മൾ നന്നാവാൻ ശ്രമിച്ചു നോക്കിയാലോ. നമുക്ക് പോലും എത്താൻ പറ്റാത്ത ഒരു ലെവലാണ് ഈ അയ്യബത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായിട്ട് മാറി നിൽക്കുക എന്നുള്ളത് അല്ലെ? അപ്പൊ ഇങ്ങനെ അവരപ്പൊ അതിലേക്ക് എത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഇപ്പുറത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അത് കാണിച്ചു കൊടുക്കാണ്ട് അവരെ പരാതി പറയുന്നു? ഞാനും നിങ്ങളും. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മളെ ജന്ന റെഡി ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും ഒരുക്കി വെച്ചിട്ടുള്ള കുടുംബങ്ങളിൽ നമ്മൾ ഇത് പ്രയോഗിക്കാതെ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ പുറത്ത് മാത്രം ആവശ്യമുള്ള, മറ്റുള്ളവരുടെ അടുത്ത് മാത്രം ആവശ്യമുള്ളതാണെന്ന് വിചാരിക്കും. വീട്ടിനകത്ത് അഹങ്കാരികളും അല്ലെ, ഞാനെന്ന ഭാവമുള്ളവരും, ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരെ വലിയ ചീത്തയൊന്നും പറയുന്നുണ്ടാവില്ല, മോശം വാക്കുകളൊന്നും ഉപയോഗിച്ച് ചീത്ത പറയുന്നവരൊന്നും ആയിരിക്കില്ല, എന്നാലും ഉള്ളില് ഇവരെന്താ ഇങ്ങനെ ഒരു ചിന്ത ഉള്ള, അതായത് ഞാൻ അടിപൊളിയാണെന്നുള്ള ഒരു ചിന്ത ഉള്ളവരാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെ സംബന്ധിച്ചോളം വീട്ടിനകത്തുള്ള ഇബാദത്തുകൾ എന്ന് പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കല്, അത് ഭയങ്കര ഇബാദത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കുട്ടികൾക്ക് ഡ്രസ്സ് വാഷ് ചെയ്ത് കൊടുക്കൽ ഭയങ്കര ഇബാദത്തായിട്ട് നെയ്യത്തൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട് അല്ലെ? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യല്, ഭക്ഷണമായിട്ടും പൈസയായിട്ടും എല്ലാം. പിന്നെ നമ്മളുടെ മറ്റൊരു ഇബാദത്ത് എന്ന് പറയുന്നത് അവർക്ക് ഹിദായത്ത് ഇല്ലെങ്കിൽ അവരെ ചീത്ത പറയല് അല്ലെ, അവരെ നേർവഴിയിൽ നടത്തലൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത്. പക്ഷെ നമ്മൾ ഈ ഓരോ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയ്ക്ക് അനുസരിച്ച് വീട്ടിനകത്താക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് വരും. അവരെ ഹിദായത്തിന് വേണ്ടി നമ്മൾ സ്കോൾഡ് ചെയ്യേണ്ടി വരികയില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മളുടെ വിചാരം നമ്മുടെ ഇബാദത്ത് എന്ന് പറയുന്നത് അല്ലെ, ബ്രെയിനിൽ നമ്മൾ പഠിച്ചു വെച്ച കുറെ ഹദീസുകളും കുറെ ആയത്തുകളും മറ്റുള്ളവർക്ക് ബ്രെയിനിലേക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇബാദത്ത് സെറ്റായി. ഏതെങ്കിലും ഒരു ഹദീസ് ഉണ്ടോ 2 റക്അത്ത് എക്സ്ട്രാ നിസ്കരിച്ചു കഴിഞ്ഞാൽ പ്രതിഫലം കിട്ടാത്തത്? അതും കൂടെ പഠിച്ച് അതും കൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇബാദത്തുള്ള ആൾക്കാരായെന്നാണ് നമ്മളെ വിചാരം. ഹൃദയത്തിനെ കംപ്ലീറ്റ് അവിടുന്ന് മാറ്റിയിട്ട് അല്ലെ, അതുപോലെ ഈ പഠിച്ച കാര്യങ്ങൾ അടിച്ച അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഓരോ നിയമങ്ങളും സ്വഭാവ രൂപീകരണത്തിലും സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെയുള്ള ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്ന
പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇമ്പ്രൂവ് ആകാനുള്ള എല്ലാ ചാൻസിനെയും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതുപോലെ കുറെ ബ്രെയിനിൽ പഠിച്ചു വെച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇബാദത്തായി എന്ന് വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ വിശ്വസിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. വീടുകളിൽ നിന്നല്ലേ വർഷങ്ങളോളം മാറി നിന്ന് വലിയ വലിയ ഡിഗ്രികൾ, അത് ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളും അല്ലെ, വേൾഡ്ലി സ്റ്റഡീസ് പോലെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള സ്റ്റഡീസിന് വേണ്ടിയിട്ടും വീടുകളിൽ നിന്ന് കുട്ടികളെ നമുക്ക് ഇഷ്ടമാണ് പറഞ്ഞയച്ച് ഹോസ്റ്റലിൽ പറഞ്ഞയച്ചിട്ട് ഒരു ഖുർആൻ പഠിക്കട്ടെ, ഹദീസ് പഠിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഈ ഖുർആനിലെ ഒരായത്ത് പഠിച്ച് വീട്ടിൽ നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം, ആയിരക്കണക്കിന് ആയത്തുകൾ പഠിച്ചിട്ട് പുറത്ത് നോക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റവും നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളായി മാറുകയല്ലേ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ ആയത്ത് നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതിലൂടെ നമുക്ക് പറ്റുന്ന ബെറ്റർമെന്റ് നമുക്കറിയാലേ. നമ്മളൊക്കെ പഠിച്ച പല കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസവും പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസവും, പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടും കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എല്ലാത്തിനും ഗുണമുണ്ട്, ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ ശരിക്കുള്ള മാറ്റം നമുക്ക് ഉണ്ടാവുന്നുണ്ടോ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെയുള്ള വളരെ സട്ടിലായിട്ടുള്ള എന്താ പറയാ, അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് ലെസൺസ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരും. നമ്മളെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും, നമ്മുടെ സംസാരത്തിൽ മാറ്റങ്ങൾ വരും. അങ്ങനെ അതുവഴി നമ്മൾ ശരിക്കും നമ്മുടെ സെൽഫ് എന്ന് പറയുന്ന അഹം എന്ന് പറയുന്ന ഭാവം ഇല്ലാത്തവരായി മാറുമ്പോൾ നമ്മുടെ ഇബാദത്ത് ബെറ്റർ ആവും, നമ്മുടെ നമസ്കാരങ്ങൾ ബെറ്റർ ആവും. കാരണം നമ്മൾ നമസ്കാരത്തിന്റെ പുറത്ത് നമുക്ക് അഹങ്കാരം എന്ന് പറഞ്ഞ സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ നമസ്കാരത്തിന്റെ അകത്ത് വരുമ്പോഴും ഞാൻ എന്നുള്ള ചിന്ത അങ്ങോട്ട് മാറും, അള്ളാഹു എന്നുള്ള ചിന്തയായിട്ട് മാറും. അത് മെല്ലെ വരുള്ളൂ, പെട്ടെന്നൊന്നും വരൂല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വേണം. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല, അതായത് നമുക്ക് കുടുംബങ്ങളിൽ പലപ്പോഴും നമ്മുടെ സെൽഫ് അന ഖൈറും മിൻകും, എനിക്കാ കൂടുതൽ അറിയാം, ഞാനാ കൂടുതൽ നല്ലതെന്നുള്ള ആ ഒരു ചിന്ത അങ്ങോട്ട് മാറ്റി വെക്കുമ്പം ആ ഒരു ലവ്, സ്നേഹം എന്ന് പറയുന്നത്, ആ ഒരു എൻജോയ്മെന്റ് ഒക്കെ നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുമ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവിടെ ഞാൻ മാത്രം ശരി, ഞാൻ പറയുന്ന പോലെ എല്ലാവരും ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതൊന്നും നമുക്ക് കിട്ടൂല. ഈ അന ഖൈറും മിൻകും കൊണ്ട് നമ്മൾ കുടുംബത്തിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. അതവിടെ മാറ്റി വെക്കുമ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹവും അതിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു എൻജോയ്മെന്റും ഒക്കെ ഒരുപാട് ഉണ്ടാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ നമ്മൾ പുറത്ത് അന്വേഷിക്കും അല്ലെ. ഈ പറഞ്ഞ സ്നേഹവും എൻജോയ്മെന്റും ഒക്കെ ഫ്രണ്ട്സിലും കൂടെ ജോലി ചെയ്യുന്നവരിലും ഈവൻ ഇസ്ലാമിക് സർക്കിൾ ഫ്രണ്ട്സിലും നമ്മൾ അന്വേഷിക്കുന്നവരാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഈ സന്തോഷവും സ്നേഹവും ഒക്കെ പുറത്തുള്ളവരുന്നേ കിട്ടുന്നുള്ളൂ. എന്നിട്ട് നമ്മളെ കുട്ടികളോ നമ്മളെ ഭർത്താക്കന്മാരോ ഒക്കെ പുറത്തൊരു അഫയറിലേക്ക് പോകുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തും. കാരണം നമ്മൾ വീട്ടിനകത്ത് നിന്ന് നമുക്ക് സ്നേഹം കൊടുക്കാനും ഉണ്ടാക്കാനും എൻജോയ്മെന്റ് ഉണ്ടാക്കാനും നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളതാണ് കുടുംബം അല്ലെ. നമുക്ക് വീട്ടിനകത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, എന്നിട്ട് നമ്മൾ അതൊക്കെ കൊടുക്കാനും പറ്റിയിട്ടില്ല. എന്നിട്ട് നമ്മളെ മക്കളോ ഭർത്താവോ ഒക്കെ പുറത്തുനിന്ന് അത് അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. സുബ്ഹാനല്ലാഹ്. അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാല് പക്ഷെ നമ്മളുടെ ഓരോരുത്തരുടെ വീടുകളിലും ദ ബെസ്റ്റ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലെ. നമ്മളെ വീട്ടിൽ ഒരു 10 ആളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ഞാനാന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. കാരണം ഇസ്ലാമിക്കലി ബെസ്റ്റ്, ഏറ്റവും നല്ല ഇൽമ നേടുന്ന ആൾക്കാർ, ഏറ്റവും നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ. സുബ്ഹാനല്ലാഹ്. നമുക്ക് വീട്ടിനകത്ത്, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല മവദ്ദയും റഹ്മയും ആക്കി ഇറക്കിയിട്ടുള്ള ഇണകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് സ്നേഹം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അള്ളാഹു എൻജോയ്മെന്റിന് വേണ്ടി തന്നിട്ടുള്ളവരിൽ നമുക്ക് സ്നേഹം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, സന്തോഷം പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ എങ്ങനെയാ നമ്മളെക്കാളും ഒരു പടി താഴെ നിൽക്കുന്ന നമ്മളുടെ കുടുംബത്തില് മക്കൾക്കും ഇണകൾക്കും ഒക്കെ നമ്മളെ വീട്ടിനകത്തുനിന്ന് സ്നേഹം കിട്ടാൻ പോണേ? ശരിയാണ്, ചില കുടുംബങ്ങളിൽ എക്സെപ്ഷൻസ് ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആലയായിട്ട് പരീക്ഷണമായിട്ട് കൊടുത്ത കുടുംബാംഗങ്ങൾ, അത് ഇണകളാവാം മക്കളാവാം, ഉണ്ടാവും, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ എത്ര എക്സെപ്ഷൻ ആണെങ്കിലും, എത്ര മോശം സിറ്റുവേഷനിലുള്ള കുടുംബങ്ങളാണെങ്കിൽ പോലും അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിലൂടെ, നമ്മൾ ചേഞ്ച് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതില്, കണ്ടിന്യൂസ് ആയിട്ട് ക്ഷമയോടെ, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കുമായിരിക്കും, പക്ഷെ ക്ഷമയോടുകൂടി നമുക്ക് ആ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ, എത്ര മോശം എന്ന് പറയുന്ന ഇണകളാണെങ്കിലും മക്കളാണെങ്കിലും അൾട്ടിമേറ്റ്ലി ഒരു ചേഞ്ച് കൊണ്ടുവരുത്താൻ പറ്റും. പക്ഷേ നമുക്ക് ക്ഷമയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് റിസൾട്ട് വേണം. മൂപ്പര് ഇങ്ങനെയാണ്, ഓൻ അങ്ങനെയാണ്, മോൾ ഇങ്ങനെയാണ് അല്ലെ. നമ്മൾ പലപ്പോഴും മറന്നു പോവാണ് നമ്മളുടെ എഫേർട്ടിനാണ് പ്രതിഫലം എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. എത്ര പ്രാവശ്യം കേട്ട് കഴിഞ്ഞാലും
എത്ര പ്രാവശ്യം കേട്ടുകഴിഞ്ഞാലും നമുക്ക് നമ്മളെടുക്കുന്ന എഫേർട്ടിനുള്ള പ്രതിഫലം വേണ്ട, പകരം അള്ളാഹ് തരുന്ന സംഭവമാണ് റിസൾട്ട്. അല്ലെ? എന്തൊരു കാര്യത്തിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അള്ളാന്റെ തൗഫീക്ക് വേണം. അള്ളാഹ് തരുന്ന കാര്യം മാത്രമാണ് റിസൾട്ട്. അതിനുള്ള പ്രതിഫലം നമുക്ക് വേണ്ടേ. അള്ളാഹ് ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് എന്ത് അർഹതയോ പ്രതിഫലത്തിനുള്ളത്? ഒരു അർഹതയില്ല, അല്ലെ? നമുക്ക് സുബ്ഹാനല്ലാഹ് നമ്മൾ അത്യാവശ്യം റിച്ച് ആണെന്ന് വയ്ക്കാം, പൈസയൊക്കെ ഉണ്ട്, ഓക്കെ, ജന്മന അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് റിച്ച് ആയിട്ടുള്ള ഒരാളാണെന്ന് വയ്ക്കാം. അതിന് നമുക്ക് പ്രതിഫലം കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. അത് അള്ളാഹ് തന്ന തൗഫീഖാ. അത് ഉപയോഗിച്ച് നമ്മൾ എടുക്കേണ്ട പണി എടുത്തിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടും, അല്ലെ? അതുപോലെ നമുക്കൊക്കെ കുടുംബങ്ങളിലുള്ള എല്ലാ കാര്യത്തിനും നമുക്ക് പ്രതിഫലം വേണ്ടത് അതിന്റെ ഫുൾ റിസൾട്ട് ഉണ്ടാക്കിയിട്ട്, അതായത് മൂപ്പര് കംപ്ലീറ്റ് മാറിയിട്ട് അല്ലെങ്കിൽ കുട്ടി കംപ്ലീറ്റ് മാറിയിട്ടുള്ള റിസൾട്ട്. അത് അള്ളാഹ് തന്ന തൗഫീഖാണ്. അതിന് നമുക്ക് എവിടെയാ പ്രതിഫലം? ഒരു പ്രതിഫലവും ഇല്ല. പകരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രതിഫലമുണ്ട്. ആ ഒരു നെയ്യത്ത് മനസ്സിൽ വെച്ചിട്ട് ഫെയിലായാല് വീണ്ടും 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 മക്കളെടുത്തും ഉമ്മമാരെടുത്തും പാപ്പാരെടുത്തും ഹസ്ബൻഡിന്റെ അടുത്തും ഒക്കെ അള്ളാഹ് പറഞ്ഞ പോലെയുള്ള എഫേർട്ടുകൾ എടുത്ത് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്ന പോലെ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് പ്രതിഫലമുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇബ്ലീസ് അതിഭയങ്കരമായിട്ട് വഴിതെറ്റിച്ചിട്ടുണ്ട്. ഇബ്ലീസ് നമ്മൾക്ക് തോന്നിപ്പിക്കും, എത്ര കാലായി പറയുന്നത്, എത്ര കാലായി ചെയ്യുന്നത്, എന്നിട്ടും കണ്ടില്ല ഓള്, എന്നിട്ടും കണ്ടില്ല ഓന്, എന്നിട്ടും കണ്ടില്ല പിയാപ്പള. സുബ്ഹാനല്ലാഹ്, അല്ലെ? ഒരുപാട് നമ്മളെ ബേസിക് ചിന്താഗതി തന്നെ ഒരുപാട് മാറാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കുടുംബങ്ങളിലുള്ള ഡയലോഗിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആ ബന്ധങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കലാണ്. ഓക്കെ, ആ ഒരു മ്യൂച്വൽ കമ്പാഷൻ, സ്നേഹം, ട്രസ്റ്റ്, അതൊക്കെ ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കലാണ്. അല്ലാതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് എന്തിനെ കുറിച്ചാണ് സംസാരിക്കണമെങ്കിലും അതിന്റെ റിസൾട്ട് ഉണ്ടാക്കലല്ല ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ ഇനി മുന്നോട്ട് പോകുന്ന ഓരോ ചാൻസും, നമ്മളെ മക്കളുടെ അടുത്തോ നമ്മളുടെ ഇണകളുടെ അടുത്തോ നമ്മളെ കുടുംബമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഓരോ ചാൻസിലും നമ്മൾ എന്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ആ ഒരു ബോണ്ടിങ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ സ്നേഹം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താലുണ്ടല്ലോ, ഇതുവരെ നമ്മൾ ചിന്തിച്ച പോലെയല്ല. ഇനി അങ്ങോട്ട് നമ്മൾ അതിനു വേണ്ടി ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ കുട്ടിക്ക് എന്താ ഇഷ്ടപ്പെടുക, അത് സംസാരിക്കാൻ. അപ്പൊ കുട്ടിക്ക് നാച്ചുറലി ഒരു ഇൻക്ലിനേഷൻ, നമ്മൾ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് നമ്മളിലേക്ക് ഒരു ചായ്വ് ഉണ്ടാവും. എന്നാൽ അവർക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് ഒരു തിരിഞ്ഞു നിൽപ്പും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തർക്കും എന്താ വേണ്ടത് അത് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കും. ഓരോരുത്തർക്കും. പലപ്പോഴും ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മക്കളുടെ അടുത്ത് സംസാരിക്കുമ്പം അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒരു കാര്യം പറയുമ്പം അവര് ചെയ്യുന്ന തെറ്റിനെ നാളെ തിരുത്താൻ വേണ്ടിയുള്ളതാവരുത്. പകരം അവരെന്തെങ്കിലും അത് തിരുത്താണ്ട ഒരു സാഹചര്യത്തിൽ അത് നമ്മളടുത്തേക്ക് എത്തണം. ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി ഉമ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ബോണ്ടിങ് ആയിരിക്കണം നമ്മൾ മക്കളുടെ അടുത്ത് ഉണ്ടാവുക. കാരണം എന്തിനായാലും നിങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് നാളെ തിരുത്താൻ പറ്റൂല. അവർ തിരുത്തൂല. തിരുത്തിയാലും അത് 3 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവർ എന്തെങ്കിലും അത് തെറ്റ് തിരുത്തും. അതിനുള്ള സാഹചര്യത്തിലേക്ക്, അതിനുള്ള മെച്ചോറിറ്റിയിലേക്ക് അള്ളാഹു അവരെ എത്തിക്കുമ്പോൾ, പക്ഷെ അന്ന് തിരുത്താൻ അവര് നമ്മളെ അടുത്തേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോൾ മക്കളൊക്കെ എപ്പോഴും മക്കളെ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പം സംസാരിക്കുമ്പം എന്തിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ബോണ്ടിങ് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, മക്കൾ നല്ല കേട്ടോ, എല്ലാവരും, ഭർത്താവാണെങ്കിലും ഭർത്താവിന്റെ ഉമ്മയാണെങ്കിലും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പഠിച്ചിട്ട് നമ്മൾ മാറ്റിയ കാര്യങ്ങൾ ബാക്കിയുള്ളവർ മാറ്റണം എന്നുള്ള ഒരു വാശി അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും പല പാരന്റ്സ് മക്കളുടെ അടുത്ത് സംസാരിക്കുമ്പോണ്ടല്ലോ, ഈ ശത്രു സൈന്യങ്ങൾ അല്ലെങ്കിൽ ഈ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള 2 കമ്പനീസ് ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, ആപ്പിളും സാംസങ്ങും ഒക്കെ സംസാരിച്ചിട്ട് മറ്റേ ആളെ ഈ മാർക്കറ്റിൽ നിന്ന് തുരത്തി കളയണം എന്നുള്ള രീതിയിൽ എങ്ങനെ സംസാരിക്കുമോ അതുപോലെയാണ് പലപ്പോഴും പല പാരന്റ്സും മക്കളും ഉള്ള സംസാരം. ഭയങ്കര ഹീറ്റഡ് ആർഗ്യുമെന്റാ. ശരിക്കും അത് 2 കല്ലുരസിയ തീ വരുന്ന പോലെയുള്ള സംസാരങ്ങളാണ് പലപ്പോഴും നടക്കാറ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും അതുകൊണ്ട് ആ ബോണ്ടിങ് ഹാംഡ് ആണ്. പിന്നെ അവര് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഗതികേട് കൊണ്ട് നിൽക്കും. അതിനപ്പുറത്തേക്ക് ആ ബന്ധത്തിന് ഒരു ബ്യൂട്ടിയും ഇല്ല. പ്ലസ് നമ്മൾ ആ പറഞ്ഞ ഒരു കാര്യം അവിടെ നടക്കാനും പോണില്ല. അങ്ങനെ നടന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ ഹീറ്റഡ് ഹാർഷ് ആർഗ്യുമെന്റ്സിലൂടെ ആരെങ്കിലും എന്നേക്കും നന്നായതായിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടോ? ചിലപ്പോൾ നന്നായിട്ടുണ്ടാവും. 1-2 ദിവസം പേടിച്ചിട്ടോ അല്ലെങ്കിൽ പണ്ടാരെ ഇനി പറയണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ നന്നാവുന്നുണ്ടാവും 2 ദിവസത്തേക്ക്. തിരിച്ച് വീണ്ടും അത് ചെയ്യുന്നില്ല, അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. നമ്മളൊക്കെ ഈ ക്ലാസ് കേൾക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഈ നമ്മളെടുത്ത സ്റ്റെപ്സ് ഒക്കെ സക്സസ്ഫുൾ ആവാത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, അല്ലേ? അതുകൊണ്ട് ആ ഒരു ശത്രു സൈന്യങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന പോലെയുള്ള സംസാരങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം. എപ്പോഴും സംസാരത്തിന്റെ റിസൾട്ട് നമുക്ക് അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കാം. ബോണ്ടിങ് നന്നാക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം എല്ലാവരുമായിട്ടും. നമ്മളിനി നമ്മളെ കുടുംബത്തിലുള്ള
എത്ര ആൾക്കാർ എത്ര മോശം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മൂപ്പര് അത്ര മോശം, ഓൾ ഇത്ര മോശം, മോൻ ഇത്ര മോശം, ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കൂല, ഓളെ സ്വഭാവം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാലും എല്ലാവരും ബേസിക്കലി മനുഷ്യന്മാരാ. എല്ലാവരുടെ ഉള്ളിലും ഫിത്രയുണ്ട്. എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ഫിത്രയുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ കൂടുതലാ. ഓക്കെ, അപ്പം അവര് പല സിറ്റുവേഷൻസാൽ ഒരു പക്ഷെ നമ്മൾ കാരണം തന്നെ ഫിത്രയിൽ നിന്ന് അകന്നു പോയവരായിരിക്കും. എല്ലാവരും ഫിത്രയിലായതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ശരികളും നന്മകളും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിനോട് ചരിവുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും. പക്ഷെ സിറ്റുവേഷൻസ് ആണ് അവരെ ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിൽ എത്തിച്ചത്. അതിന് ഒരു വലിയ പരിധി വരെ ചിലപ്പോൾ നമ്മളും കാരണക്കാരായിരിക്കും. അപ്പൊ നമ്മൾ അതൊക്കെ റിവേഴ്സ് ചെയ്യാൻ പോവാണ്. ആ സിറ്റുവേഷൻസ് ഒക്കെ ഇൻഷാ അല്ലാഹ് മനസ്സിൽ വെക്കുക. അത്ര എളുപ്പമൊന്നുമല്ല, പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. പിന്നെ വേറൊരു കാര്യം കൂടെ മനസ്സിൽ വെക്കാം, റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ബോധേഡ് ആവണ്ട. നമ്മളൊരു പുതിയ സ്റ്റൈൽ ഓഫ് ഇബാദത്ത് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഏതെങ്കിലും പുതിയ ഹദീസ് കേട്ട് കഴിഞ്ഞാൽ അല്ലെ, ഏതെങ്കിലും ദിക്ർ ഇത്ര പ്രാവശ്യം ചൊല്ലി അങ്ങനെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മളൊക്കെ. അതുപോലെ അതിനേക്കാൾ ഹെവി ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇബാദത്തിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും റെഡി ആണല്ലോ അല്ലെ? ഇൻഷാ അല്ലാഹ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളൊരു സംസാരം ഫ്രൂട്ട്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയർ കാമായിരിക്കണം. ഓരോരുത്തരും മാനസികമായിട്ട് അതിന് തയ്യാറായിരിക്കണം. ഓക്കെ, മാനസികമായിട്ട് തയ്യാറായിരിക്കണം, എങ്കിലേ നടക്കുള്ളൂ. പക്ഷെ പലപ്പോഴും അല്ലെ, നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഓക്കെ, കുട്ടികളായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ചെറിയ കുട്ടിയായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉമ്മ വേഗം ഉപ്പനെ വിളിക്കും. നിങ്ങൾ നോക്കി ഇന്നെ കൊണ്ട് കഴിയൂലെന്ന് സംസാരിക്കും. മൂത്ത മക്കളെ വിളിക്കും, ഇവളെന്താ ഈ പറയുന്നത്? ഇപ്പൊ ചിലപ്പോൾ വല്ല പ്രേമ കേസും ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ആകെ കൂടെ കൊയമാന്തരാക്കിയിട്ട് പ്രശ്നമാക്കിയിട്ടില്ലേ, എമർജൻസി ഇത് ആംബുലൻസിന്റെ സൈറൺ അടിക്കുന്ന സിറ്റുവേഷൻ ആക്കി അവിടെ വെക്കും. എന്നിട്ട് നമ്മൾ സംസാരിക്കും. വല്യാപ്പനെ വിളിച്ചിട്ടുണ്ടാവും, അമ്മമാരെ വിളിച്ചിട്ടുണ്ടാവും അല്ലെ. എന്നിട്ട് ഓരെല്ലാരും കൂടെ കുട്ടിന്റെ തലയിൽ കയറും, എന്നിട്ട് അടിക്കും, ചീത്ത അറിയും. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാ സംസാരത്തിന് ഒരു റിസൾട്ട് ഉണ്ടാവാൻ പോണേ? ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ സിറ്റുവേഷൻസ് കാമായിരിക്കണം. സംസാരിക്കുന്ന ആളുകൾ മാനസികമായിട്ട് അതിന് തയ്യാർ. നമുക്കിങ്ങനെ എല്ലാം ഇതാ സ്വിച്ച് ഇട്ട പോലെ കാര്യം നടക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ശ്രമിക്കും അതൊക്കെ ചെയ്യും. ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരാൻ നമുക്ക് തയ്യാറില്ല. സുബ്ഹാനല്ലാഹ്. വേഗം റിസൾട്ട് ഉണ്ടാക്കുക അല്ലെ. അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ റിസൾട്ട് ഇല്ലാണ്ടാവുമ്പോൾ വേഗം നേർച്ചയൊക്കെ ചെയ്ത്, നേർച്ച നടത്തിയ വേഗം കാര്യങ്ങൾ നടക്കുമല്ലോ അല്ലെ. അവിടെ ഞാൻ സ്വതക്ക കൊടുത്തിട്ട് കാര്യങ്ങൾ നടത്തുക, അതൊക്കെ അള്ള ഒരു കാര്യം ഉദ്ദേശിച്ച സമയത്ത് നടത്തുന്നതിനേക്കാൾ നമുക്ക് വേഗം നടത്തണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ചിന്തകൾ നമുക്ക് വരുന്നത്. പക്ഷെ അള്ളാഹ് ഇതൊക്കെ കാണുന്നുണ്ട്. അള്ളാഹിന്റെ കയ്യിൽ ഇതിന്റെയൊക്കെ കൺട്രോൾ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാനുള്ള ഇബാദത്ത് ചെയ്യാന്നുള്ളതാണ്. റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഹൈർ ആണെങ്കിൽ അള്ളാഹ് നമുക്കത് എത്തിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഈ മാനസികമായിട്ടുള്ള റെഡിനെസ്സും സിറ്റുവേഷൻ കാമാവലൊന്നും വേണ്ട. നമുക്ക് ഈ പ്രശ്നം അങ്ങോട്ട് സംസാരിച്ചിട്ട് നാളെ സോൾവ് ചെയ്താൽ മതി അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അത് നമുക്ക് അവസരങ്ങളാണ് അള്ളാഹ്ക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഇബാദത്ത് ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ള. നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, വിവാഹത്തില് ഒരു വിവാഹബന്ധം ശരിയായ രീതിയിൽ പോയില്ലെങ്കിൽ ത്വലാഖ് ചൊല്ലുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അതികഠിനമായ എന്തോ ആണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനുള്ള അവസരമാക്കിയിട്ടാണ് ത്വലാഖിനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലെ. ആ ഒരു കയറ്, കെട്ടിവെച്ച കയറ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങോട്ട് ഊരുന്നതിന് ഒരുപാട് റൂൾസ് ഒക്കെ പറഞ്ഞു തന്നിട്ട് ഇത് അള്ളാഹ് പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ത്വലാഖ് ഒരു ഇബാദത്താന്ന് പഠിപ്പിച്ചെന്ന റബ്ബിന്റെ അടിമകളാണ് നമ്മൾ അല്ലെ. അപ്പൊ നമ്മളെ വീട്ടിലെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ 2-4 സൈഡിൽ നിന്ന് അടിച്ചിട്ട് നാളെ തന്നെ സോൾവ് ചെയ്യുന്നത് വിഡിത്താണോ അല്ലേ എന്ന് നമ്മൾ ആലോചിക്കുക. പകരം അതൊരു ചാൻസ് ആണ് അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ അള്ളാഹ്ക്ക് തൃപ്തിയുള്ളതുപോലെ എങ്ങനെ നമുക്ക് അതിനെ ഡീൽ ചെയ്യാം, എങ്ങനെ നമുക്ക് അതിനെ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നതാണ് അവിടുത്തെ ഇബാദത്ത്. അതിനുവേണ്ടി അള്ളാഹ് നമുക്ക് തെരഞ്ഞെടുത്ത് തന്ന ഒരു അവസരമാണത് അല്ലെ. അപ്പോഴേക്കും നമ്മൾ പൊട്ടിക്കരച്ചിലായി, ചിതറലായി, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയലായി, നാട്ടുകാരെ വിളിച്ച് കുട്ടീനെ ചീത്ത പറയിപ്പിക്കലായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു മെന്റൽ റെഡിനെസ്, സൈക്കോളജിക്കൽ റെഡിനെസ് ഭയങ്കര ആവശ്യമാണ്. ചില സമയത്ത് ഭർത്താക്കന്മാര് പുറത്തുള്ള ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരികയായിരിക്കും അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് സില്ലി ആയിട്ടുള്ള ഒരു കാര്യം പറയാം. അപ്പോഴായിരിക്കും നമ്മൾ അല്ലെ ഭാര്യമാര് സുബ്ഹാനല്ലാഹ് വലിയൊരു ലിസ്റ്റ് അങ്ങോട്ട് എടുത്ത് നിരത്തുന്നത്. കണ്ടോ, ഇവന്റെ അടുത്ത് ഞാൻ ഇന്നലെ പറയുന്നതാണ് ആ ക്ലാസ്സിനൊന്ന് പോകണമെന്ന്, അല്ലെങ്കിൽ നിസ്കരിക്കണം എന്ന്, അല്ലെങ്കിൽ അത് ഇവൻ ഇതുവരെ ചെയ്തിട്ടില്ല, അവിടെ ചെന്നിട്ട് ഗ്യാസിന്റെ സിലിണ്ടർ വാങ്ങാൻ പറഞ്ഞിട്ട് അത് ചെയ്തിട്ടില്ല, നിങ്ങളോട് എത്ര കാലമായി ഞാൻ വെളിച്ചെണ്ണക്ക് പറയുന്നത്, ഇവിടെ വെളിച്ചെണ്ണ തീർന്നു, ഇന്ന് മീൻ പൊരിക്കാൻ പറ്റൂല. ഇതൊക്കെ നമ്മൾ പറയുന്നത്
മൂപ്പര് എന്തൊക്കെയോ സ്ട്രെസ്സിൽ കയറി വരും. ഇതൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടുത്തെ ആ ഒരു ബേസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, എന്തൊരു സംസാരവും എന്തൊരു ഡയലോഗും ഫ്രൂട്ട്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ മാനസികമായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്ക് അതിനൊന്ന് പ്രോസസ് ചെയ്യാനുള്ള മെന്റൽ സ്റ്റേറ്റ് അവർക്ക് വേണം, അല്ലെ? നമ്മൾ ഈ പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ മതി. പലപ്പോഴും നമ്മളെ ദാവകളും അങ്ങനെയാണ്, കുടുംബങ്ങളിലുള്ള ദാവകൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ മതി. നിസ്കരിക്കാൻ പറയണ്ടേ, തട്ടിട്ടിട്ടില്ലെങ്കിൽ പറയണ്ടേ, നമുക്ക് അതിന്റെ റിസൾട്ട് വേണ്ട. റിസൾട്ട് വേണമെങ്കിൽ നമ്മൾ അതിനെ ചിന്തിച്ച് ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുക്കുന്ന പാർട്ടിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേ നമ്മൾ അത് കൊടുക്കുള്ളായിരുന്നു. നമുക്ക് പറഞ്ഞു തീർത്താൽ മതി. നമുക്ക് അപ്പൊ തോന്നിയത്, അല്ലെ, അപ്പൊ തോന്നിയത്. അവിടെ ആ ഒരു സെൽഫ് കൺട്രോൾ, സെൽഫ് റെസ്ട്രെയിന്റ് എന്നൊക്കെ പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നിയമങ്ങളും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. നമുക്ക് പറഞ്ഞു തീർത്താൽ മതി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിരിക്കും എന്ന് വെച്ചാല് ആ ബന്ധത്തിനും അവിടെ നല്ല പോലെ ഒലച്ചിൽ പറ്റിയിട്ടുണ്ടാകും. കാരണം മൂപ്പരും തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയും, മക്കളും തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയും, കാര്യം നടക്കുകയില്ല, ബന്ധം കൂടുതൽ ബ്രോക്കൺ ആയിട്ടും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മൾ അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം സോൾവ് ആയിട്ടില്ലെങ്കിലും ബന്ധം സ്ട്രോങ് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് ടൈം ഒരു പ്രശ്നം വരുമ്പം ആ പ്രശ്നം അവിടെ സോൾവ് ആവും. സുബ്ഹാനല്ലാഹ്. അപ്പം ആളുകൾ ക്ഷീണിച്ചിരിക്കുമ്പം, ടെൻസ്ഡ് ആയിരിക്കുമ്പം, ബോറടിച്ചിരിക്കുമ്പം, ഭയത്തിലിരിക്കുമ്പം, അസുഖത്തിലിരിക്കുമ്പം ഒക്കെ ഇതുപോലെയുള്ള ഡിസ്കഷൻസ്, കാര്യങ്ങൾ ഒക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എന്തായാലും ഒന്നെങ്കിൽ നിരാശയിൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് നിന്ന സ്ഥലത്തു നിന്ന് മാറാണ്ട് ഞാൻ പിടിച്ച മുയലിനാ 3 കൊമ്പെന്നുള്ളതിൽ, അല്ലെങ്കിൽ നീ ഇതൊന്നും ഒപ്പം മിണ്ടാണ്ട് പോയ ഇപ്പോൾ എനിക്കിതൊന്നും എടുക്കാൻ പറ്റൂല, അല്ലെ, അല്ലെങ്കിൽ നിരാശ, അതിനകത്തോട്ടൊക്കെ എത്തുള്ളൂ. ഓക്കെ, ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് ഇല്ലായ്മ എന്തായാലും അവിടെ കാണാൻ പറ്റും. അപ്പം നമ്മൾ പറയുമ്പോൾ എല്ലാവരുടെയും മാനസികാവസ്ഥയും കൂടെ ഒരിത്തിരി ഓക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന, നല്ല എനർജി ഉള്ള സമയത്ത്, അല്ലാതെ പ്രഷറിലിരിക്കുമ്പോൾ എന്തെങ്കിലും അസൈൻമെന്റോ എക്സാമോ അപ്പോയിന്റ്മെന്റോ ഒക്കെ ഉള്ള സമയത്ത് ചെയ്യാതെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കേണ്ട ഡിസ്കഷൻസ് റിസൾട്ട് ഉണ്ടാക്കേണ്ട ഡിസ്കഷൻസ് വളരെ കാം ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് കാം ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടിയിരുന്ന് ഉമ്മ എന്തെങ്കിലും നല്ല കുട്ടികൾക്കോ ഹസ്ബൻഡിനോ ഒക്കെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്ത് അതൊക്കെ ഇരുന്ന് അതൊക്കെ കഴിച്ചുകൊണ്ട് സംസാരിച്ച്, അല്ലെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്കൊക്കെ സിറ്റുവേഷൻ പെർഫെക്റ്റ് ആവുക, എന്റർടൈനിങ് ആവുക എന്നൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അവർക്ക് ഇത്തിരി ബോർ അടിച്ചു കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് മാറി നിൽക്കും. അപ്പൊ അവർക്കും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും കൂടെ കോൺട്രിബ്യൂഷൻ അതിലേക്ക് വരും. എന്നാൽ പല കുടുംബങ്ങളും ആർക്കും സമയമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും കാര്യം സംസാരിക്കുന്നത് മിക്കവാറും ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും. ലഞ്ചിന്റെ സമയത്ത്, ഡിന്നറിന്റെ സമയത്തൊക്കെ സംസാരിക്കും. എന്നിട്ട് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ വരും, ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയും, മറ്റേ ആള് ചൂടാവും, ഭക്ഷണം ഇട്ടേച്ച് എഴുന്നേറ്റ് പോവും, അല്ലെ, ആരെങ്കിലും ഒരാൾ പറഞ്ഞ കമന്റ് ഇഷ്ടപ്പെടാതെ എഴുന്നേറ്റ് പോവും. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം കഴിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷത്തിന്റെ സമയമായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും സുഖവിവരങ്ങൾ അന്വേഷിക്കാനും, നല്ല സന്തോഷ വാർത്തകൾ പറയാനും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാനും, ഇൻസൾട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ എന്താണ് കളിയാക്കിക്കൊണ്ടും ഒക്കെയുള്ള കമന്റ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ പറയാനുള്ളതായിരിക്കണം ഭക്ഷണത്തിന്റെ സമയം. സുബ്ഹാനല്ലാഹ്. അപ്പം ആളുകളുടെ മെന്റൽ റിലാക്സേഷൻ എന്നുള്ളത് പലപ്പോഴും നമ്മൾ മക്കളൊക്കെ ചിലപ്പോൾ സ്ട്രെസ്ഡ് ആയിട്ട് വരുന്ന സമയത്തായിരിക്കും, എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അല്ലെ, ഇപ്പൊ പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞു തരുമ്പോൾ അപ്പോഴേ പറഞ്ഞതല്ലേ, നീ പഠിക്കാഞ്ഞിട്ടല്ലേ. ആ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന സമയമല്ല അത്. കുഴപ്പമില്ല മോളെ, അത് പ്രശ്നമില്ല, നമുക്ക് ശരിയാക്കാം, അത് അവിടെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഒരു അവസരത്തിൽ അത് പറഞ്ഞു കൊടുക്കാം. എപ്പോഴും മുമ്പൊക്കെ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, കുട്ടികൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരതിന്റെ ആ ഒരു ടെൻഷനിലും കാര്യങ്ങളും നിൽക്കുമ്പം ചൂണ്ടിക്കാണിച്ചിട്ട് അപ്പൊ തിരുത്തുന്നതിനേക്കാളും ഒന്നെങ്കിൽ അതിന് മുമ്പ് നല്ലൊരു സാഹചര്യത്തിൽ അത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അപ്പം അവരെ കൂടെ കുഴപ്പമില്ല ഞാനുണ്ടെന്നുള്ള തോന്നൽ വരുത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് പറഞ്ഞു കൊടുക്കാം. അപ്പോഴേ അവർക്ക് അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയാന്നുള്ള ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, പറഞ്ഞാൽ മതി, നമുക്ക് അതിന് റിസൾട്ട് വേണമെന്നില്ല, അല്ലെ. ആ ഒരു അവസ്ഥയിൽ നമ്മൾ പറഞ്ഞങ്ങോട്ട് തീർക്കലേ ആവുള്ളൂ.
കാര്യം എന്തായാലും നടക്കൂല. അപ്പൊ അവർക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനുള്ള മാനസികാവസ്ഥയുള്ളപ്പോൾ. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ സംസാരത്തിന് ഇരിക്കുമ്പോൾ, ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവരും, ചെറിയ കുട്ടിയായിക്കോട്ടെ പ്രായമുള്ള ആളായിക്കോട്ടെ, എല്ലാവരുടെയും ഒപ്പീനിയൻ മാറ്റേഴ്സ്. ഓക്കെ, ഓരോരുത്തരും പറയുന്ന കാര്യത്തിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള ആ ഒരു ഫീലിംഗ് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ആ ഫീലിംഗ്, എല്ലാവരുടെയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തോളണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ചിലത് നമുക്ക് എടുക്കാൻ പറ്റാത്തതുണ്ടാവും. ഓക്കെ, പക്ഷേ എല്ലാവരെയും ഒപ്പീനിയൻ, നിന്റെ അഭിപ്രായം എന്താ, നീ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള ആ ഒരു ചെറിയ കുട്ടികൾക്ക് പോലും ആ ഒരു ഫീലിംഗ് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ മുതിർന്നവര്, ഉപ്പമാര്, വല്യുപ്പമാരൊക്കെ സംസാരിക്കുമ്പോൾ അവര് കുറച്ചും കൂടെ ഓക്കെ, നിങ്ങളുടെ ചെറിയ എല്ലാരെയും ഒന്ന് ഈക്വൽ ആയിട്ട് കണ്ട് എല്ലാവരുടെയും ഒപ്പീനിയനെ ഒരു റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. എങ്കിലേ ആ ഒരു ഡിസ്കഷൻ ഏതെങ്കിലും രീതിയിൽ സക്സസിലേക്ക് പോവുള്ളൂ. മാത്രമല്ല, കുട്ടികൾക്ക് അവരുടെ മനസ്സിലുള്ളത് ചിന്തിച്ചാലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്ക് ചിന്തിക്കാനുള്ള ഒരു ചാൻസ് ആണത്. എന്താ ഇതിനെക്കുറിച്ച് അഭിപ്രായം, അല്ലെങ്കിൽ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുമ്പോൾ അവർ ചിന്തിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള ഒരു ചാൻസേ കൊടുക്കുന്നില്ല അല്ലെ. നമ്മൾ പറഞ്ഞു, ഏറ്റവും ബേസിക്കലി അവരുടെ ഭക്ഷണം പോലും നീ 3 ദോശയാ കഴിക്കേണ്ടതെന്ന് തീരുമാനിച്ചു കൊടുക്കുന്ന ഉമ്മമാരാ നമ്മൾ. എനിക്ക് വിശപ്പുണ്ടോ അല്ലെങ്കിൽ വിശപ്പില്ലേന്ന് അനുസരിച്ച് ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് അത് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കാറില്ല അല്ലെ. അപ്പൊ നമ്മൾ കുട്ടികളെ എത്രത്തോളം ചിന്തിപ്പിക്കുന്നോ അത്രത്തോളം അവരവരുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പം ഇതുപോലെയുള്ള ഡിസ്കഷൻസിൽ അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നതും ഒക്കെ അവർക്ക് ചിന്തിക്കാനൊരു അവസരം, അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. കാരണം ചിന്തിച്ചത് കൊണ്ടായില്ല, പലർക്കും എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഇവിടെ നമ്മളിൽ പലരും അനുഭവിക്കുന്ന ഒരു കാര്യം, ക്ലാസ് ഒക്കെ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും, പക്ഷെ മറ്റുള്ളവർക്ക് അത് നമ്മളെ ഫീലിങ്ങോട് കൂടി വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞു കൊടുക്കാൻ പലർക്കും അറിയില്ല അല്ലെ. പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അറിയാം, പറഞ്ഞു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വാക്കുകളിലേക്ക് വരുമ്പം എന്തൊക്കെയോ ഒരു കുഴപ്പം. കാരണം നമുക്കത് പ്രാക്ടീസ് ചെയ്യണം, ശീലം വേണം. അതുപോലെയുള്ള നമ്മളുടെ ഉള്ളിലുള്ളത് എക്സ്പ്രസ് ചെയ്തിട്ട്, അതെങ്ങനെ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളെ വീട്ടിൽ പണ്ട് മുതലേ നമ്മളെ വായ്ക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഒന്നും ചിന്തിക്കാനും ഒന്നും പറയാനും നമുക്ക് അവസരം തരാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ വളർന്നതെങ്കിൽ, വലുതാവുമ്പോൾ നമ്മൾ ഇനി എത്ര വലിയ ദീൻ പഠിച്ചു കഴിഞ്ഞാലും അത് മറ്റുള്ളവരിലേക്ക് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റൂല. കാരണം എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ കാര്യം തന്നെ, ഇതിപ്പം അൽഹംദുലില്ലാ ഞാൻ ഒരു ബുക്ക് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ആ ബുക്കിനകത്തുള്ളത് കുറച്ച് കടുപ്പമുള്ള വാക്കുകളാണ് അല്ലെ. സ്വാഭാവികമായിട്ടും അത് എനിക്കൊന്ന് അറബിയിൽ എഴുതിയ ബുക്കിന്റെ ട്രാൻസ്ലേഷൻ എന്തോ ആണ്, കുറച്ച് കടുപ്പമുള്ള വാക്കുകളാണ്. പക്ഷെ അത് മനസ്സിലാക്കി നമ്മളുടേതായ ഭാഷയിലാക്കി നമ്മൾക്ക് മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ എപ്പോഴാ, അത് നമ്മൾ ആ ചിന്തയും സംസാരവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ശീലിക്കുമ്പോൾ അല്ലെ. ആ ഒരു ശീലം നമുക്ക് ചെറുപ്പം മുതലേ നമ്മളെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരും ചിലപ്പം താഴികളായിരിക്കും. അവര് ഹദീസൊക്കെ അതേപോലെ ഇരുന്ന് വായിച്ച് ബൈഹാർട്ട് പഠിപ്പിച്ചു കൊടുക്കുമായിരിക്കും കുട്ടികളെ, പക്ഷെ അവർക്ക് മനുഷ്യന്മാരുടെ ഹൃദയങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മക്കളെ ഇതുപോലെയുള്ള എന്ത് കുഞ്ഞു കാര്യങ്ങളും അവരടുത്ത് എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതിനെന്താ സൊല്യൂഷൻ എന്നൊക്കെ ചോദിച്ച് അവരെ കൊണ്ട് ചിന്തിപ്പിച്ച് ചിന്ത എക്സ്പ്രസ് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കാം. അത് അവരുടെ കോൺഫിഡൻസിനെയും ഒരുപാട് ബൂസ്റ്റ് ചെയ്യും. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത്തിരി പ്രയാസമായിട്ട് തോന്നും. ചിലപ്പോൾ നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങളൊക്കെ, നമുക്ക് അത്രയും ക്ഷമയൊന്നും ഉണ്ടാവില്ല ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെ. കുട്ടികൾ ചിന്തിച്ച് പറയുന്നവരെയൊക്കെ കാത്തിരിക്കുക, അതൊക്കെ പണിയില്ലാത്തവർക്ക് പറഞ്ഞതാന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഒരു ഉത്തമ അബിതാക്കിയിട്ടും ഒരു ഉത്തമ എന്താ പറയാ ഖലീഫയാക്കിയിട്ടും ഒക്കെ വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഇതുപോലത്തെ ചില പ്രയാസമുള്ള സ്റ്റെപ്പുകൾ എടുത്തേ മതിയാവും, അത്തിരി ക്ഷമ നമ്മൾ കാണിച്ചേ മതിയാവും. സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെ എല്ലാവരെയും ഈക്വൽ ആയിട്ട് കണ്ട് എല്ലാവരുടെയും ഇൻപുട്സ് ഒക്കെ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കുറേ ഡയലോഗുകളുണ്ട്, അതൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും. അതായത് കുറച്ച് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, നിന്റെ പ്രായത്തിനൊന്നും പറ്റിയ വിഷയമല്ല ഇത് കേട്ടോ, ഇതൊന്നും നീ സംസാരിക്കണ്ട, നീ ഇതിനെക്കുറിച്ച് മിണ്ടണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ പല വാക്കുകളിലാണെങ്കിലും നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓരോരുത്തരും അവനവന്റേതായ സ്ലാങ്ങിൽ അവനവന്റേതായ രീതിയിൽ. അല്ലെങ്കിൽ ഈറ്റ പൊട്ടത്തരൊന്നും ഈ കാര്യത്തിൽ പറഞ്ഞു വരല്ലേ, ഇതൊന്നും എടുക്കാൻ പറ്റൂല.
പറയാറില്ലേ നമ്മൾ കുട്ടികളുടെ അടുത്തും, അതിന് വലിയവരുടെ അടുത്ത് തന്നെ. എനിക്ക് ഇതിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല, ഈ കാര്യത്തിലൊന്നും മിണ്ടാണ്ടിക്ക് ആണല്ലോ. അല്ലെങ്കിൽ ഇതുപോലത്തെ ഇങ്ങനെ നമ്മൾ വർത്താനം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇറ്റാ കാര്യമൊക്കെയാണ് ഈ പറയുന്നതെങ്കിൽ ഈ സംഭാഷണം നമുക്ക് ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. എന്നോട് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീ മര്യാദയിൽ സംസാരിക്കണം, അല്ലെങ്കിൽ റെസ്പെക്റ്റോട് കൂടി സംസാരിക്കണം, അല്ലെ. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിനെ അങ്ങ് ഷൻ ചെയ്യുക, അതായത് അവരെ വായിൽ അങ്ങോട്ട് പ്ലാസ്റ്റർ ഒട്ടിക്കുക, നീ മിണ്ടണ്ടാണ്. ഈ ശീലം അവർക്ക് ചെറുപ്പത്തിൽ മുതലേ കിട്ടിയിട്ടുണ്ടെങ്കിൽ വലുതാവുമ്പോഴും അവരങ്ങനെ ഷണ്ടായിരിക്കും, അവർ പിന്നെ വായ തുറക്കാൻ നിൽക്കൂല. വായ തുറക്കുന്നില്ലേ അവർക്ക് ചിന്തിക്കാൻ വേണ്ടല്ലോ, ചിന്തിക്കുകയും വായ തുറക്കാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അർത്ഥമില്ലാണ്ടായി പോകും. അപ്പം ആ ഒരു എന്താ പറയാ ഈക്വൽ ഫീലിംഗ് എല്ലാവർക്കും കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ക്ഷമ കാണിക്കണം. ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ സില്ലി തന്നെ ആയിരിക്കും, ഓക്കെ, പക്ഷേ അതിനെ നമ്മൾ അപ്പൊ തന്നെ അടച്ചാക്ഷേപിച്ച് വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു ഈക്വൽ ഡിസ്കഷൻ, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ എടുക്കുക എന്നുള്ള ഒരു സംഭവം അവിടെ നടക്കൂല. കുട്ടികളുടെ അടുത്തും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയേണ്ടത്, വലിയവരുടെ അടുത്തും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണ്ട. ശരിയാണ്, നമുക്ക് മക്കളെ അല്ലെ നല്ല വഴി കാണിച്ചു കൊടുക്കണം, നമുക്ക് അവരെ മേലെ ഡ്യൂട്ടി ഉണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷെ നമ്മൾ ഈ ഇരുത്തം, ഈ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഈ ഡയലോഗ് എന്തിനാ? അത് ഡയലോഗിന്റെ പേർപ്പസിന്. അതിന്റെ പേർപ്പസ് അവിടെ നടക്കണമെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺസൾട്ട് ചെയ്ത് അവരുടെ കാര്യങ്ങൾ, അവരുടെ ഫീലിങ്സും എടുക്കേണ്ട പോയിന്റ്സ് എടുക്കേണ്ടാത്തത് കളഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴേ ആ ഡയലോഗിന് അവിടെ ഒരു റിസൾട്ട് ഉണ്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ പ്രയോജനങ്ങൾ നമുക്ക് കിട്ടുന്നുള്ളൂ. അല്ലാതെ ഒരു കുന്ന് ക്രിറ്റിസിസവും അല്ലെ, എല്ലാരെയും എതിർക്കലും ഞാൻ പറഞ്ഞ ശരികൾ സ്ഥാപിക്കലും കുറെ ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യലും അല്ല ഡയലോഗ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ എല്ലാ ടൈപ്പ് ആൾക്കാരും വരുന്നതാണ് അല്ലെ, ഇങ്ങനെയുള്ള ഒരു സംഭാഷണം എന്ന് പറയുന്ന ഒരു വീട്ടിൽ ഉമ്മാന്റെ പ്രായം, പാപ്പാന്റെ പ്രായം, വല്യമ്മാന്റെ പ്രായം, കുട്ടികളുടെ പ്രായം ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ ടെൻഷൻസ് ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അവർ പറയുന്നത് നമുക്ക് പലതും ഉൾക്കൊള്ളാൻ പറ്റാണ്ട് വരും അല്ലെ. അപ്പം അവിടെ അതിനൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് അല്ലെ, ഒരു കുഞ്ഞി തമാശയൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് ആർക്കാണോ അത് പറ്റുക അവരുടെ ഡ്യൂട്ടിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ചില സമയത്ത് ചിലപ്പോൾ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സില്ലിയായിരിക്കാം, എന്നാലും നമ്മൾ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുഴപ്പമില്ലല്ലോ അല്ലെ, ഇങ്ങനെ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല, അത് നല്ലൊരു സജഷനാണ് അല്ലെ. ഒരു പക്ഷെ ഈ കാര്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻപുട്ട് ആയിരിക്കില്ല, എന്നാലും അതൊരു നല്ല സജഷനാണ്. മോനെ നീ പറഞ്ഞത്, നീ ഇത്രയൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ കാര്യങ്ങൾ, കൊള്ളാലോ, അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ, അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാലോ അല്ലെ. അങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ വരുമ്പം ഈ പറഞ്ഞ ഹീറ്റഡ് ടെൻഷൻസും ആർഗ്യുമെന്റ്സും ഒക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ എന്നാലും ഞാൻ പറഞ്ഞതൊക്കെ നീ ഇത്രയും ക്ഷമയോട് കൂടി കേട്ട് നിന്നല്ലോ, അല്ലെങ്കിൽ നിന്റെ ആ ഒരു നീ ചിന്തിച്ച കാര്യം നിനക്ക് ഇത്ര ഭംഗിയായിട്ട് പറയാൻ പറ്റുന്നുണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയാ. നീ ഇത്രയൊക്കെ ചിന്തിക്കുന്നുണ്ടോ, ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ നിനക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാറേ ഇല്ലല്ലേ. ഇത്തരം സംസാരങ്ങളൊന്നും നമ്മളെ കുടുംബത്തിലും മക്കളുടെ ഇടയിലൊക്കെ കൊണ്ടുവരാറുണ്ടോ? പുറത്തൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടാവുമായിരിക്കും അല്ലെ, കാരണം നമ്മൾ ലിസൺ ചെയ്യാറില്ല. ആരും സംസാരിക്കുന്നത് നമ്മൾ ശരിക്കും ലിസൺ ചെയ്യാറില്ലല്ലോ, അതിന്റെ പിന്നിൽ എന്താന്ന് ചിന്തിക്കാൻ. അതുപോലെ പലപ്പോഴും നമ്മൾ ഒരു സെൽഫ് സാച്ചുറേറ്റഡ് ആണ്, അതായത് അറിവ് മൊത്തം എന്റെ കയ്യിലുണ്ട്, പിന്നെ ഇവരൊക്കെ പറയുന്നത് എന്ത് കേൾക്കാനാ അല്ലെ. ക്ഷമയില്ല നമുക്ക്, കാരണം കുട്ടികൾ പറയുന്നതാണെങ്കിലും ഇനിയിപ്പോ നമ്മളെ വീട്ടിലും മൂത്ത മക്കളും അല്ലെങ്കിൽ വല്യമ്മ പറയുന്നതാണെങ്കിലും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സില്ലിയ, കാരണം അവരെക്കാൾ അറിവ് ഞാൻ തികഞ്ഞ ആളാണ് ഞാനെന്നാണ് എന്റെ വിചാരം. ഭർത്താവ് പറയുന്നതാണെങ്കിലും അല്ലെ, ഒക്കെ തികഞ്ഞതാ ഞാൻ, ഇനിയിപ്പോ ഇവരൊന്നും പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും എടുക്കാനൊന്നും ഇല്ല എന്നുള്ളൊരു ചിന്തയോട് കൂടിയാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ മനസ്സവിടെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, പലപ്പോഴും ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അപ്പം ഒരു റിസൾട്ട് ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല, പക്ഷെ നമുക്ക് വേറെ എന്തിലേക്കെങ്കിലൊക്കെ അതിനൊരു ഇൻപുട്ട് ആക്കി എടുക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു രീതിയിൽ അതിനെ അവർക്കും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് ചില കഥകളൊക്കെ പറഞ്ഞും അല്ലെ, അവർ കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കോംപ്ലിമെന്റ്സ് കൊടുത്തും. നിങ്ങളൊരു 3 പ്രാവശ്യം ഒരു കുട്ടീൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അങ്ങനെ കോംപ്ലിമെന്റ് കൊടുത്തു നോക്കുക, 4ാമത്തെ പ്രാവശ്യം ആ കുട്ടി നിങ്ങളെ തേടി വരും സംസാരിക്കാൻ വേണ്ടിയിട്ട്. സത്യമായിട്ടും കുട്ടികളുടെ മനസ്സിനെ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക.
കുട്ടികൾ നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടാവും എവിടെ ചെന്ന് കഴിഞ്ഞാലും. അവരെ പ്രത്യേക അത് വെറുതെ ഇങ്ങനെ ഒരു ആളെ മൊയന്താക്കുന്ന കോംപ്ലിമെന്റ് കൊടുക്കാനല്ല കേട്ടോ. ശരിക്കും അവരെ ഒബ്സർവ് ചെയ്തിട്ട് അവരിലുള്ള ചില ക്വാളിറ്റീസ് അവർ ബുദ്ധിയുള്ളവരാട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എടുക്കുകയൊന്നുമില്ല. അവരുടെ അടുത്ത് നിങ്ങളുടെ ഒരു ഉടായ്പും നടക്കുകയില്ല, ഒരു സൈക്കോളജിയും നടക്കൂല. കുട്ടികൾക്ക് നല്ല ബുദ്ധിയാണ്. അതുകൊണ്ട് അവർക്ക് ശരിക്കുള്ള അവരുടെ ക്വാളിറ്റീസ് ഒബ്സർവ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു നോക്ക്, നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലേ, അടിപൊളിയാട്ടോ, എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം കേട്ടോ, എനിക്കൊരു പ്രശ്നമുണ്ട്. വെറുതെ നിങ്ങൾ ചോദിച്ചു നോക്കുക. അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചിന്തിച്ച് അവർ നമുക്ക് ഉത്തരങ്ങൾ തരും. അങ്ങനെ ഒരു 3-4 സിറ്റിങ്ങിൽ നമ്മൾ അവരുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ കൂടെ ഉണ്ടാവും. നാളെ നമ്മൾ പറയുന്നത് കേൾക്കാൻ അവരുണ്ടാവും. അവർ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ നമ്മളെ അടുത്ത് എത്തും. അവർക്ക് എപ്പോഴും റിട്ടേണിങ് ബാക്ക് ടു ഹോം, റിട്ടേണിങ് ബാക്ക് ടു മദർ എന്നുള്ള മക്കളായി മാറും അവര്. നമ്മളെ മക്കള് നമ്മളെ അടുത്തേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ ആരാ നഷ്ടക്കാര്? നമ്മളെ നഷ്ടക്കാര്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ രീതിയിൽ അവർക്ക് ഇൻപുട്സ് കൊടുക്കുക. കുറച്ച് തമാശകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം, സ്റ്റോറീസ് പറയണം, അവരുടെ സ്റ്റോറീസ് കേൾക്കണം. ചിലപ്പോണ്ടല്ലോ, ഞാൻ ഇന്നലെ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞ, നിങ്ങൾ ശ്രദ്ധിച്ചൊന്നല്ല, അവരുടെ സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ നമ്മളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കി, അവരെ കണ്ണൊക്കെ വിടർന്ന് അവരിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയി. അതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക. അത് തന്നെ ഭയങ്കര ഒരു ബ്യൂട്ടിയാ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഒരു ബ്യൂട്ടിയാ അത്. നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസും ഇതൊക്കെ സ്ക്രോൾ ചെയ്യുന്നതിനേക്കാളും ഭംഗിയാണ് ഇത് കാണാൻ. സുബ്ഹാനല്ലാഹ്. അതിനൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ല എന്റർടൈൻമെന്റ്സ് ഇതൊക്കെ. നമ്മളെ കുടുംബവും നമ്മളെ കുട്ടികളും ഒക്കെ. അതൊന്നും കാണാതെ നമ്മൾ പുറത്ത് ഇതൊക്കെ തേടി കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾക്ക് അള്ളാഹു ഉദ്ദേശിച്ച് തന്ന സാധനം നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അതിന് പകരം വേറെ ഒന്നും ആവില്ല. സുബ്ഹാനല്ലാഹ്. കുട്ടികൾ അതുപോലെ സ്നേഹത്തോടു കൂടിയുള്ള പേരുകൾ വിളിക്കുക. അതുപോലെ കോംപ്ലിമെന്റ്സ് കൊടുത്ത് അവരെ പേരുകൾ വിളിക്കുക. ഓക്കെ, ഇപ്പം ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ മിസ് വിസ്ഡം വരുന്നുണ്ട്, അവർക്ക് നല്ല ബുദ്ധി, അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ അവർക്ക് ഭയങ്കര സന്തോഷ. അവർക്ക് നാളെ വീണ്ടും അതുപോലെ ബുദ്ധിയുള്ള കാര്യങ്ങൾ പറയാൻ തോന്നും. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു പ്രത്യേക സന്തോഷമായിരിക്കും അങ്ങനെയുള്ള ഒരു സെറ്റിങ്സിൽ സംസാരിക്കാനും ഒക്കെ. എന്നാൽ നമ്മളെ വീടുകളിലൊക്കെയുള്ള സംസാരങ്ങൾ എന്താ, നമ്മളൊന്ന് വിലയിരുത്തി നോക്കാം. ഇനി 5ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ സംസാരിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലവും ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പൺ ആയിട്ടുള്ള ചില സ്ഥലങ്ങളിലൊന്നും ചെന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്ത് കാര്യമാണെങ്കിലും ഒരു പാർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കുടുംബത്തിലുള്ള 3-4 ആൾക്കാർ കൂടി സംസാരിക്കാൻ നമുക്ക് കോൺസെൻട്രേഷനും കിട്ടൂല, കംപ്ലീഷനും കിട്ടൂല. അപ്പം കാമായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, കോൺസെൻട്രേഷൻ മിസ്സാക്കാത്ത, അതുപോലെ ആരെങ്കിലും ഒരാൾ ഇനി ടിവിയോ ഡിവൈസ് ഒക്കെ എല്ലാവരും ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ, ഫോൺ കോൾസ് ഒന്നും ഇനിയിപ്പോൾ എടുക്കണ്ട. കാരണം നമ്മളൊരു സംസാരം അല്ലെങ്കിൽ ഒരു നമ്മളെ കുടുംബത്തിലുള്ള മീറ്റിംഗ് നല്ല ഫ്ലോയിൽ പോകുമ്പോഴേക്കും ആർക്കെങ്കിലും ഒരാൾക്ക് ഫോൺ കോൾ വരും. പിന്നെ ആകെ കൂടെ അങ്ങോട്ട് ഡീവിയേറ്റഡ് ആയില്ലേ. ഇന്നത്തെ കാലത്ത് ഏത് ഫോൺ കോളാ തിരിച്ചു വിളിക്കാൻ പറ്റാത്തതുള്ളത്? സുബ്ഹാനല്ലാഹ്. അതുപോലെ കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു അവസരം, കുടുംബമായിട്ട് കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയമാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ക്ലോസ്ഡ് ആണ്, വേറെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. ഇതേപോലെ ഫോൺ കോൾസിനൊന്ന് മാറ്റി വെച്ചാൽ മതി. പക്ഷെ പലരും കുടുംബമായിട്ട് കാറിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. അതിന്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. ഒന്നെങ്കിൽ ഒരു സംസാരം ഉണ്ടാവില്ല, ഇനി അഥവാ സംസാരങ്ങൾ ഉണ്ടായെങ്കിൽ അത് ഹീറ്റഡ് ആർഗ്യുമെന്റ്സ് ആയിട്ട് മാറുന്നത്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംസാരങ്ങൾ പറ്റുന്ന ഒരു സമയമാണ് കാറിലുള്ള യാത്ര. ട്രെയിനിലൊന്നും ചിലപ്പം ഒരു പക്ഷെ അങ്ങനെ പറ്റിയെന്ന് വരില്ല. അങ്ങനെ അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളും ആ സമയങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്താം. ഇനി ഒരു പോയിന്റും കൂടെ പറയാം. നമ്മൾ സംസാരങ്ങൾ സ്വാഭാവികമായിട്ടും ആർഗ്യുമെന്റ്സ് ആയിട്ട് മാറും പലപ്പോഴും. അപ്പം അതിനുവേണ്ടി സ്പെഷ്യൽ കെയർ എടുക്കുക. സുബ്ഹാനല്ലാഹ്. ഭയങ്കര പ്രയാസമാണത്. കാരണം മിക്കവാറും എല്ലാ സംസാരങ്ങളും ആർഗ്യുമെന്റ്സ് ആയിട്ടാണ് മാറുക അല്ലെ. ഇനി എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അഡൽട്സ് ആണെങ്കിലും ഒക്കെ ആർഗ്യുമെന്റ്സ് ആയിട്ട് മാറും. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുത്ത് പോളിഷ്ഡ് ആയിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിട്ട് കാമായിട്ടുള്ള സംസാരങ്ങളാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട്, മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോണം. ഈ ക്വാളിറ്റി ഒക്കെ നഷ്ടപ്പെടുമ്പോൾ, അതായത് ഭാഷ മോശമാവുമ്പോൾ സമാധാനത്തോടു കൂടിയല്ല, റെസ്പെക്റ്റോട് കൂടിയല്ല, ഇൻസൾട്ടിങ് ആയിട്ടാണൊക്കെ സംസാരിക്കണമെങ്കിൽ അത് ആർഗ്യുമെന്റ് ആയിട്ട് മാറും. കാരണം ഓപ്പോസിറ്റ് സൈഡിനെ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിനെ നെഗറ്റീവായിട്ട് തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ റിയാക്ഷൻ അവരുടെ സംസാരത്തിൽ വരും. കുട്ടികളെ തന്നെ നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്തോ, അവർക്ക് ഇഷ്ടമില്ലാത്ത ആംഗിളിൽ, ഒരു ചെറിയൊരു ആംഗിൾ 0.1 ഡിഗ്രി പോലും ഇഷ്ടമില്ലാത്ത ആംഗിളിൽ ചെരിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിഫ്ലക്ഷൻ ആ രീതിയിലേ വരുള്ളൂ. ഓക്കെ,
അപ്പം ആരെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ പോളിഷ് ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക, റെസ്പെക്ട് ഉപയോഗിക്കുക. പിന്നെ നമ്മളെ പോയിന്റ് വീണ്ടും 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 നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് അടിയിലേക്കാണ് പോണത് എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മളത് നിർത്തുക, ശബ്ദം ഉയർത്തുക, അല്ലെങ്കിൽ ഒരാൾ മതി ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവുക, മര്യാദ നഷ്ടപ്പെടുക, ഡീസൻസി നഷ്ടപ്പെടുക, ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക, തെറി ഉപയോഗിക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ ഈ ആർഗ്യുമെന്റിലേക്ക് പോകാനുള്ള ചാൻസസ് ആണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ മക്കളെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച്, നീ ഇതൊന്ന് ചെയ്യുന്നത് ഞാൻ കാണട്ടെ, അപ്പം നിനക്ക് എന്റെ സ്വഭാവം അറിയാം, അല്ലെങ്കിൽ ഇത്രയും കാലം എന്ത് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും സമയം എന്തൊക്കെ ആയിരുന്നു, അതുപോലെയുള്ള, ശരിയാണ് അതൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതുപോലെയുള്ള സംസാരങ്ങൾ ഹീറ്റഡ് ആർഗ്യുമെന്റ്സിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ളതൊന്നും കൊണ്ടുകഴിഞ്ഞാൽ പൊട്ടിത്തെറി അല്ലാത്തതൊന്നും അവിടെ നടക്കൂല. അതുപോലെ നീ നോക്കിക്കോ, അടുത്ത പരീക്ഷക്ക് നീ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഇന്ന കാര്യങ്ങൾ ഇനി ഈ വീട്ടിൽ കിട്ടൂല, അല്ലെ? ത്രെട്ട് ഭീഷണികള്, അതുപോലെയുള്ള പല 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 ജഡ്ജ്മെന്റ്. സുബ്ഹാനല്ലാഹ്. നീ നീ എത്ര പഠിച്ചിട്ടെന്താ, നിനക്ക് ഇവളെ പോലെ മാർക്ക് വാങ്ങാൻ പറ്റുമോ, നീ വിഡ്ഢിയാണ്, നീ എന്താണ്, നിന്നെ ഒന്നിനും കൊള്ളൂല, നിനക്ക് ഒരിക്കലും പാരന്റ്സിന്റെ അടുത്ത് മര്യാദയിൽ സംസാരിക്കാൻ പറ്റൂല, അങ്ങനെയുള്ള ജഡ്ജ്മെന്റ് കാര്യങ്ങൾ, ഇതൊക്കെയും അടിയിലേക്ക് എത്തിക്കുള്ളൂ. എല്ലാം അതിപ്പോ ഞാൻ കുട്ടികളുടെ അടുത്ത് പറയുന്ന കുറച്ച് കമന്റ്സ് പറഞ്ഞതേ ഉള്ളൂ. ഇത് ആരുടെ അടുത്താണെങ്കിലും, നമ്മൾ ഭർത്താവിന്റെ അടുത്ത് പറയുമ്പോഴും, ഉമ്മമാരുടെ അടുത്ത് പറയുമ്പോഴും, ഉപ്പമാരുടെ അടുത്ത് പറയുമ്പോഴൊക്കെയും ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് എത്തിക്കുക. ശരിക്കും വീട്ടിനകത്ത് ഓരോ നിമിഷവും നമുക്ക് ബാധത്തിന് എത്രത്തോളം ചാൻസസ് അല്ലേ? എന്നിട്ട് നമ്മൾ എവിടെയാണ് നമ്മുടെ കോൺസെൻട്രേഷൻ? നമ്മൾ നമസ്കാരങ്ങൾ നന്നാവുന്നില്ല എന്നുള്ള പരാതി അല്ലെ? ഫുൾ ടൈം ബോധത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ ഇബാദത്ത് ചെയ്യുന്ന നമ്മൾക്ക് നമസ്കാരത്തിന് വേണ്ടി കൈ കെട്ടിക്കഴിഞ്ഞാൽ സാവധാനം ബോധത്തിലേക്ക് വരാൻ പറ്റും. പക്ഷെ നമ്മളൊക്കെ അബോധാവസ്ഥയിലാണ് വീട്ടിലെ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അബോധാവസ്ഥയിലാണ് നമ്മുടെ നമസ്കാരങ്ങളും മറ്റു ഇബാദത്തുകളും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെ, ഡയലോഗ് ബ്യൂട്ടിഫുൾ ആകാൻ വേണ്ടിയുള്ള എൻവയൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ള, സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കമ്മിറ്റ്മെന്റ് വേണം, ക്ഷമ വേണം, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, ഇത് സമയമെടുക്കും. ഇതുപോലെ നമ്മളെ സംഭാഷണങ്ങളൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ, വീട്ടിൽ ഓരോ കാര്യം സംസാരിക്കുമ്പോഴും ചിന്തിച്ച് സംസാരിക്കാൻ ഒക്കെ സമയമെടുക്കും. അതിലേക്ക് എത്താൻ വേണ്ടി സമയമെടുക്കും. ക്ഷമയോടുകൂടി ചെയ്തുകൊണ്ടേയിരിക്കുക, റബ്ബിന്റെ സഹായം തേടിക്കൊണ്ടേയിരിക്കുക. പിന്നെ അങ്ങനെയുള്ള സിറ്റുവേഷന് വേണ്ട വേറൊരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞത് ഇന്റലിജൻസ്, ഹിക്മത്ത് അല്ലെ? നമ്മൾ വിചാരിക്കല്ലോ എനിക്ക് അതിലുള്ള ഹിക്മത്തില്ല, ബുദ്ധിയില്ല. സുബ്ഹാനല്ലാഹ്. ഇത് അള്ളാഹുവിൽ നിന്ന് വരേണ്ടതാണ്. അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്ന് മാത്രമല്ല, ഖുർആനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക, ഖുർആനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഖുർആനിലെ ആയത്തുകളെ, ഖുർആനെ പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ. അപ്പം കിട്ടുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈ ഹിക്മത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുക, ഖുർആനുമായിട്ട് കണക്ട് ചെയ്യുക, ഖുർആനെ റിഫ്ലക്ട് ചെയ്യുക, ഹിദായത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുക, ഖുർആന്റെ ആയത്തുകൾ അല്ലെങ്കിൽ ഖുർആനിലെ ഇൻസ്ട്രക്ഷൻസ് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഈ പറഞ്ഞ ഹിക്മത്ത് തന്നാലെ വന്നോളും. അതിന് നമ്മൾ ഒരു കോഴ്സ് ഒന്നും പഠിക്കണ്ട. നമ്മുടെ ദീൻ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ഭയങ്കര സിമ്പിളാണ്. നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ തന്നെ നമ്മൾ സക്സസ്ഫുൾ ആണ്. നമ്മളാണ് ഏറ്റവും ഹിക്മത്തുള്ള ആൾക്കാർ. നമ്മളാവണം ഏറ്റവും ഹിക്മത്തുള്ള ആൾക്കാർ. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല, പക്ഷെ നമ്മൾ ആവണം. ഓക്കെ, അതിനുള്ള എല്ലാ അർഹതയും തന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെ സാഹചര്യം ഉണ്ടാവണമെങ്കിൽ കമ്മിറ്റ്മെന്റ് വേണം, പേഷ്യൻസ് ക്ഷമ വേണം, ഇന്റലിജൻസ് ഹിക്മത്ത് വേണം, പിന്നെ കമ്പാഷൻ ആൻഡ് മേഴ്സി ആൻഡ് ലവ്. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ ആ ഒരു കാരുണ്യം, സ്നേഹം, അല്ലെ, ദയ, സംസാരത്തിലുള്ള ആ ഒരു സ്വീറ്റ്നെസ്, ഊഷ്മളത, സംഭവങ്ങളൊക്കെ വേണം. ഇതൊക്കെ നമുക്ക് പുറത്തുള്ളവരുടെ അടുത്തുണ്ട്, വീട്ടിനകത്ത് നമ്മൾ ഭദ്രകാളികളാണ്. മാറണം അല്ലെ? മാറിയേ മതിയാവും. സുബ്ഹാനല്ലാഹ്. കുട്ടികൾ വളരുമ്പോൾ കൂടുതൽ സമയമെടുക്കും ഇങ്ങനെയുള്ള ഡയലോഗുകളും ഒക്കെ അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അവർക്ക് തൃപ്തിയുള്ള രീതിയിൽ നമ്മൾ ഡയലോഗുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി വർഷങ്ങളെടുക്കും. അനുഭവം കൊണ്ടും കൂടെ പറയാം, സമയമെടുക്കും. ഒക്കെ നമ്മൾ മെല്ലെ മെല്ലെ തുടങ്ങണം. അത് ടീനേജിൽ നിന്നും അഡോൾസൻസിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് സമയം എടുക്കും. കാരണം അവരെ ഇഷ്ടങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, നമുക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല. കുറച്ചു കൊല്ലം മുമ്പേ വരെയുള്ളവരല്ല ഇപ്പൊ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി അതിനോട് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ സംസാരങ്ങൾ മാറ്റമൊക്കെ വരുമ്പം സമയമെടുക്കും.
ഞാൻ ഒന്നും കൂടെ പറയാണ്, ഇതിനു വേണ്ടി വേറൊരു കോഴ്സൊന്നും പഠിക്കൊന്നും വേണ്ട ആരും. ആരോടും ചോദിക്കുകയും വേണമെന്നില്ല. നിങ്ങൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കുക, ഖുർആൻ പഠിക്കുക, ജീവിതം ഖുർആനനുസരിച്ച് മാറ്റുക, റിഫ്ലക്ട് ചെയ്യുക. ഹിക്മത്തുകൾ തന്നാലെ വന്നോളും, അള്ളാഹിന്റെ സഹായം തന്നാലെ കിട്ടിക്കോളും. നിസ്കരിക്കുമ്പോൾ ദുആ ചെയ്യാം. ഓരോ നിസ്കാരങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത ഹിദായത്തിനുള്ള തേട്ടങ്ങളാണ്. അള്ളാഹു അത് തരുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം സമയം എടുക്കുന്നുള്ളത് മനസ്സിൽ വെക്കുക. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇതുപോലെയുള്ള സംസാരങ്ങളിലെല്ലാം ഒരാള് ഒരു റെഗുലേറ്റർ ആയിട്ട്, അതായത് സംസാരം ഒരു ഓഫ് ട്രാക്കിൽ പോകുമ്പം അതിനെ നിർത്താനും അതിനൊക്കെയുള്ള പവറുള്ള ഒരാള്, അത് നാച്ചുറൽ ആയിട്ടുള്ള അങ്ങനത്തെ പവറുള്ള ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ സംസാരങ്ങളിലൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ വീടുകളിൽ ഉമ്മയായിരിക്കാം അത്, അല്ലെങ്കിൽ മൂത്ത കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഉപ്പയായിരിക്കാം. അങ്ങനെ ആരെങ്കിലും ഒരാൾ നാച്ചുറലി അങ്ങനെ ഉണ്ടാവുമായിരിക്കാം. ഓക്കെ, അതൊരു ആവശ്യമാണ്. കാരണം ഡയലോഗ് മോശമായ രീതിയിൽ പോകുമ്പോൾ, അടി ഉണ്ടാകുന്ന രീതിയിൽ പോകുമ്പോൾ, കുട്ടികൾ മോശമായ രീതിയിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ ഉമ്മയും വാപ്പയും കുട്ടികളെ മെക്കിട്ട് കയറുന്ന സമയത്തൊക്കെ സുബ്ഹാനല്ലാഹ് അതിനെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആള് ആവശ്യമാണ്. അത് എപ്പോഴും നാച്ചുറൽ ലീഡർ എന്നുള്ളതിനേക്കാളും ഓരോ സമയത്ത് ആ ഡ്യൂട്ടി ഓരോരുത്തരുടെ അടുത്ത് കൊടുക്കാം. മോളുടെ അടുത്ത് പറയാം, നോക്ക് ഇന്ന് നീയാണ് ആയിഷ, നീയാണ് ഇന്ന് നമ്മളെ സംസാരത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആള്. അപ്പൊ ആരെങ്കിലും ഒന്ന് ട്രാക്ക് വിട്ടു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് നീയാണ് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത്, അതിനെ ഡീൽ ചെയ്യേണ്ടത് എന്നൊക്കെ പറയാം. ഓക്കെ, ഓരോ ദിവസവും അത് വേറെ ആൾക്കാർക്ക് കൊടുക്കാം. സുബ്ഹാനല്ലാഹ്. ഓരോ ദിവസവും കുട്ടികളുടെ അടുത്ത് പറയാം, ഇന്നത്തെ നമ്മളെ ഡയലോഗ് നല്ല രീതിയിലാണോ പോണത്, നീ നോക്കണം. അപ്പം അവർക്കും നാച്ചുറലി അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡിസ്കഷൻ നടത്തുക, അതിന്റെ ലീഡർഷിപ്പ് പൊസിഷനിൽ ഉണ്ടാവുക, അതിൽ നിന്ന് പോയിന്റ്സ് എടുക്കുക, കൺക്ലൂഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്കില്ലാണ്. അത് നമുക്ക് ദുനിയാവിലും ആവശ്യമുള്ള സ്കില്ലാണ്, ദീനിലും ആവശ്യമുള്ള സ്കില്ലാണ്. ദീനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷൂറ കൂടി തീരുമാനം എടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. അങ്ങനെ ഷൂറ കൂടി സംസാരിക്കുമ്പോൾ ഇത്രത്തോളം ആൾക്കാരുണ്ടോ അത്രത്തോളം അഭിപ്രായങ്ങളും വരാനും അത്രത്തോളം ഫൈറ്റ് ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. അപ്പം അതിനൊക്കെ ഒരാൾ നടുവിൽ നിന്ന് കൺട്രോൾ ചെയ്ത് ഒരു ഓഫ് ട്രാക്കിൽ പോകുമ്പോൾ അങ്ങനെ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിൽ ഈ ഒരു പോയിന്റ് ഉണ്ട്, ഇത് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ മറ്റേത് നമുക്ക് എടുക്കണ്ട എന്നൊക്കെ സംസാരിച്ച് ശീലിക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു ട്രെയിനിങ് ആണ്. അതൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം അതുപോലെ ഒരു ലീഡർഷിപ്പ് അങ്ങനെയുള്ള സംസാരങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഇനി ഏറ്റവും കുരുത്തം കെട്ട മക്കളെ അതിനെ ഏൽപ്പിച്ചാൽ അവർക്ക് കുറച്ചും കൂടെ ഉത്തരവാദിത്വം തോന്നും. എപ്പോഴും ഏറ്റവും കുരുത്തം കെട്ട മക്കൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവർ ആ കുരുത്തക്കേടിൽ നിന്ന് മാറിയിട്ട് അവർ കുറച്ചും കൂടി ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം നമ്മൾ ഇതുപോലെയുള്ള സംസാരങ്ങളിൽ നിന്ന് നമ്മൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഉണ്ടാക്കാനും മാത്രം അല്ല ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഏറ്റവും ആദ്യം കുടുംബത്തിലുള്ള ഒരു റാപ്പോ ബന്ധം കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. പ്ലസ് നമ്മൾ അവർക്ക് എന്താ നല്ല മക്കളാക്കുക, നല്ല വിദ്യാഭ്യാസം നല്ല ഹിദായത്തും കൊടുക്കുക എന്നുള്ളതും ഒരു ഉദ്ദേശമാണെങ്കിൽ കൂടി അവരെ നാളത്തെ നല്ല ഉമ്മമാരും വാപ്പമാരും നല്ല നേതാക്കന്മാരും നല്ല ദാഴികളും കരിയറിൽ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ആക്കാന്നുകൊണ്ട് കൂടെ ഉള്ളതാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. കാരണം അതിലേക്കൊക്കെ എത്തുന്ന ഒരുപാട് പ്രയോജനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഷോർട്ട് പിക്ചറാണ് നമ്മുടെ വളരെ കുടിസായ മനസ്സിൽ നാളത്തെ എന്താണ്, നാളെ അവർ എന്നോട് റെസ്പെക്ട്ഫുള്ളി സംസാരിക്കണം, മറ്റന്നാൾ നിസ്കരിക്കണം, പിന്നെ തട്ടിട്ട് പുറത്തിറങ്ങണം എന്നുള്ളത് മാത്രം ചിന്തിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ലോങ് ടേം വ്യൂ നമുക്ക് മനസ്സിൽ വെച്ചേ മതിയാവും. ഓക്കെ, നാളത്തെ നല്ല ഉമ്മമാരും വാപ്പമാരെയാണ് നമ്മൾ വാർത്തെടുക്കുന്നത്. നാളത്തെ സമൂഹത്തിനെ ലീഡ് ചെയ്യേണ്ട ആൾക്കാരെയാണ്, നാളത്തെ ദാഴികളെയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീഫമാരെയാണ്. ഇനി അവർ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും മുന്നിലേക്ക് വരേണ്ട ആൾക്കാരെയാണ് നമ്മൾ വാർത്തെടുക്കുന്നത്. അതിന് വേണ്ട ഓരോ സ്കില്ലും അവർക്ക് കിട്ടേണ്ടത് നമ്മളെ വീട്ടിൽ നിന്നായിരിക്കണം. വേഗം കുട്ടികളെ തള്ളി ഹോസ്റ്റലിലേക്ക് പറഞ്ഞയച്ചിട്ട് അവിടുന്ന് അവർ പഠിക്കട്ടെ എന്ന് വിചാരിക്കുന്നതിലല്ല. ഹോസ്റ്റലിലേക്കൊക്കെ പറഞ്ഞയക്കാം, ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊരു കാലത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്നാൽ കിട്ടാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഹോസ്റ്റലിൽ പറഞ്ഞയക്കുക, പഠിപ്പിക്കുക. പക്ഷെ അപ്പോൾ പോലും നമ്മൾ അവരവിടെ ചെന്നിട്ട് ഏറ്റവും വലിയ പഠിപ്പ് പഠിക്കുക എന്നുള്ളതിനേക്കാളും അവിടുത്തെ സാഹചര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെ, മറ്റു കുട്ടികളെ കൂടെ നിൽക്കുമ്പോൾ പഠിക്കേണ്ട ഒരു പഠിപ്പുണ്ട് നമ്മളെ കുട്ടികൾക്ക് ഇല്ലേ, നമ്മളെ വീട്ടിൽ മാത്രം നിന്നിട്ടല്ലാതെ അവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിന്ന് പഠിക്കുന്ന ചില പഠിപ്പുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാലത്തേക്കൊക്കെ കുട്ടികളെ ഹോസ്റ്റലിലേക്കൊക്കെ അയക്കുന്നത് നല്ലതാണ്. അയക്കുകയും വേണം, അതും വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കുട്ടികളെ ദൂരത്തേക്ക് അയച്ചിട്ട് അതിൽ സക്സസ്ഫുൾ ആണെന്ന് വിചാരിക്കുമ്പോൾ മനസ്സിലാക്കുക ആ പഠിച്ചത് അവർക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട വിളനിലം അല്ലെങ്കിൽ ഇടം എന്ന് പറയുന്നത്
നമ്മളെ വീടാണ്. അവര് നാളെ നല്ല ഭാര്യയും നല്ല ഭർത്താവും നല്ല ഉമ്മയും നല്ല വാപ്പയും ആക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ട്രെയിനിങ് കൊടുക്കണം. അവരെ വേഗം ഹോസ്റ്റലിൽ നിന്ന് വേഗം അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ ഇവരിത് എവിടെയാ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുക ഈ കാര്യങ്ങളൊക്കെ? ഉമ്മനോട് പെരുമാറേണ്ടത്, സഹോദരങ്ങളോട് പെരുമാറേണ്ടത്, മക്കളോട് പെരുമാറേണ്ടത്, ഉമ്മ എങ്ങനെയാ മക്കളോട് പെരുമാറിയെന്നൊക്കെ ഇവർ എവിടുന്നാ കാണുന്നത് അല്ലെ? അപ്പം അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അവരെ നാളത്തെ മെച്ചുവർ അഡൽട്സ് ആയിട്ട്, മെച്ചുവർ ഫാദേഴ്സ് ആയിട്ട്, മെച്ചുവർ മദേഴ്സ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ മക്കൾക്ക് കൊടുക്കുക. എപ്പോഴും നമ്മൾ മക്കളുടെ അടുത്ത് നോക്കും, അവരെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഈ പറഞ്ഞ പോലെ നാളത്തെ തട്ടടലും മറ്റന്നാളത്തെ റെസ്പെക്റ്റും അല്ല, 20 കൊല്ലം കഴിഞ്ഞിട്ട് 30 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മദേഴ്സിനെ, ഏറ്റവും ബെസ്റ്റ് ലീഡേഴ്സിനെ, ഏറ്റവും ബെസ്റ്റ് ദാഴികളെ, ഏറ്റവും ബെസ്റ്റ് ഖലീഫമാരെ ആയിരിക്കണം. ഓക്കെ, അത്രയും വലുതായിട്ട്, അത്രയും വിശാലമായിട്ട്, അത്രയും വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ തുടങ്ങിയാലേ അപ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ താഴെ I4C എന്ന് കാണുന്നുണ്ടാവില്ലേ? നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് I4Cന്റെ അർത്ഥം എന്താണെന്ന്. 4C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി കാണുക, ദീർഘദൃഷ്ടി എന്നാണ്. ഓക്കെ, നമ്മൾ ഈ I4SY എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് 4 ലെറ്റേഴ്സ് ആയിട്ട് തോന്നുന്നുള്ളൂ എങ്കിലും നമ്മുടെ ഉദ്ദേശം അതാണ്. I4C എന്ന് പറഞ്ഞാൽ ഞാൻ ദീർഘദൃഷ്ടി, എന്റെ ദീർഘദൃഷ്ടി, അല്ലെങ്കിൽ ഞാൻ ദൂരത്തേക്ക് കാണുന്നു. നമ്മൾ ഓരോരുത്തരും ദൂരത്തേക്ക് കണ്ടു തുടങ്ങണം. ഓക്കെ, സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ നാളെ ഉള്ള റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളെ അവർ റെസ്പെക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അവർക്ക് റെസ്പെക്ട് കൊടുക്കണം. അവരിനി എത്ര റെസ്പെക്ട് അർഹിക്കുന്നില്ല എന്നാണെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കണം, കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് എല്ലാവർക്കും അതുപോലെയുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാനുള്ള മാതൃകകളാകുന്ന ഉമ്മമാരാവാനും കുടുംബങ്ങൾ ആവാനും വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ്. ആക്ടിവിറ്റിയിലൊക്കെ ഇപ്പൊ എല്ലാവരും ഭയങ്കര വീക്കാണ്, ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് ഇത്തിരി തിരക്കായതുകൊണ്ട് ഗ്രൂപ്പുകളിലൊന്നും ആക്റ്റീവ് ആവാനും പറ്റുന്നില്ല, സുബ്ഹാനല്ലാഹ്. പക്ഷെ നിങ്ങൾക്കൊന്നും വലിയ നിർബന്ധം ഇല്ലാന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ റിഫ്ലക്ട് ചെയ്ത് ഷെയർ ചെയ്ത് മാറ്റങ്ങൾ വരുത്തണം നിർബന്ധം ഇല്ലാന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട് നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ മാറ്റം വരണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ എഫേർട്ട് എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു അതിനുള്ള എളുപ്പം എനിക്ക് തരട്ടെ, പ്രതിഫലം എനിക്ക് തരട്ടെ. ഞാൻ ആദ്യം എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾക്കും കൂടെ വേണ്ടി ദുആ ചെയ്യാണ്. ഓക്കെ, അതുകൊണ്ട് ആക്ടിവിറ്റീസിലൊന്നും ആരും ഉഴപ്പാന്ന് വിചാരിക്കേണ്ട. ഒരു 2-3 ആഴ്ചയും കൂടെ സമയം എനിക്ക് അത് കഴിഞ്ഞാൽ ഞാൻ വരും എല്ലാരെയും പിടിച്ചു കുലുക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഉഷാറാക്കണം. ഓക്കെ, അപ്പം ഈ ആഴ്ച തരുന്ന ആക്ടിവിറ്റി എന്താന്ന് വെച്ചാൽ ഈ പോയിന്റ്സ്, നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഇനി ശ്രദ്ധിച്ചു തുടങ്ങാം നിങ്ങളുടെ വീടുകളിലുള്ള സംസാരങ്ങളിലൊക്കെ. എന്നിട്ട് ചേഞ്ചസ് നോട്ട് ചെയ്യുക, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആവുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പം മനസ്സിൽ വെക്കുക. ഓക്കെ, കാരണം ഈ കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് ക്ഷമ വേണം. നാളെ തന്നെ നടക്കുന്ന കാര്യമില്ല. നിങ്ങൾ പോയിന്റ്സ് ഇങ്ങനെ മെല്ലെ 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 ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ഒരുപാട് ക്ഷമ വേണം, ഒരുപാട് സമയമെടുക്കും. നമുക്ക് ഒന്നിച്ച് നിന്ന് മെല്ലെ മെല്ലെ ഇംപ്രൂവ് ചെയ്യാം. നമ്മൾ ഒന്നിച്ചായിരിക്കും. ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ, കാരണം ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തിലും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതിനൊന്നും ഒരു എളുപ്പ വഴിയുമില്ല. ഓക്കെ, ഒരു എളുപ്പ വഴിയില്ല. പലരും പറഞ്ഞു തരായിരിക്കും കുട്ടികളെ വളർത്താനുള്ള എളുപ്പ വഴി 1 മണിക്കൂറിന്റെ ക്ലാസ് കേട്ടിട്ട്, അല്ലെങ്കിൽ 2 ദിവസത്തെ കോഴ്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ 1 മാസത്തെ കോഴ്സ് ചെയ്തിട്ട് മലർത്തിക്കളയാന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല നടക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് അതിന്റെ പിന്നാലെ പോയിക്കോ, ഇത് സമയമെടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നിച്ച് നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാലേ പ്രാക്ടീസ് ചെയ്യൽ മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം ഇതൊരു ഇബാദത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പുതിയ ഇബാദത്തുകൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇബാദത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ തരട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ നമ്മളെ അടുത്ത് നിന്നും ഇത് ഇബാദത്തായിട്ട്. അതിനുള്ള റിസൾട്ടുകൾ കാണാനുള്ള സൗഭാഗ്യം, കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, മനുഷ്യ സഹജമാണ് റിസൾട്ട് ആഗ്രഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് റിസൾട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരട്ടെ. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ഇത്തിരിയും കൂടെ എനർജി ഒക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. ജസാക്കുമുല്ലാഹു ഖൈറ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا اجعلنا مقيم الصلاة ومن ذريتنا ربنا تقبل دعاء. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
അൽഹംദുലില്ലാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.